ഇന്ന് നമ്മൾ 4ാമത്തെ ദിവസത്തിലോട്ട് കിടക്കുകയാണ്. ഇത്രയും ദിവസം നിങ്ങൾ പോകുന്ന ഒരു സ്ലോ മൂഡിൽ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇനി ആ സംശയം മാറി കിട്ടും. ഇനി നല്ല രീതിയിൽ കുറച്ച് ടാസ്കുകൾ കൂടുതലാണ്. ഇത്രയും ദിവസം വളരെ ബേസിക്സ് ആയിട്ടുള്ള HTML മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ഇന്ന് നമ്മൾ CSS കിടക്കും. അപ്പോൾ CSS എന്താണെന്നുള്ളത് വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. HTML വെച്ചിട്ട് നമ്മളൊരു പ്ലാനൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബേസ് കാര്യങ്ങളാണ് നമ്മൾ HTML വെച്ചിട്ട് പ്ലാൻ ചെയ്തത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ വീടെടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഒരു വീടിൻ്റെ പ്ലാൻ ഉണ്ടാക്കി വീട് എന്ത് ചെയ്യണം, പില്ലറൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യണം, ഇൻറ്റീരിയറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. നമുക്കിന്ന് ആ രീതിയിൽ നമുക്ക് വെബ്സൈറ്റ് കളർഫുൾ ആക്കണം. ഇപ്പോൾ നമ്മൾ ഫോമൊക്കെ ഇട്ടപ്പോഴും നമുക്ക് കുറച്ച് സ്പേസ് ഇടാനോ എടുത്തിടാനോ അല്ലെങ്കിൽ കളറ് മാറ്റാനോ അതിൻ്റെ സ്റ്റൈലുകൾ ഡിഫറെൻറ്റ് രീതിയിൽ അട്രാക്റ്റീവ് ആക്കാനോ നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു അല്ലാതെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനാണ് CSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ HTML ചെയ്ത സംഭവം തന്നെ, ഇപ്പോൾ നമ്മൾ H1 ഇട്ടു, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ P ഇട്ടു, A ടാഗ് ഇട്ടു, അല്ലെങ്കിൽ ഫോമുകൾ ഉണ്ടാക്കി, ഈ സംഭവങ്ങൾ തന്നെയാണ് ഇനി യൂസ് ചെയ്യുന്നത്. ബട്ട് അതിൻ്റെ മുകളിൽ നല്ല കളർഫുൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആക്കി മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. HTML നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യും, അതിനുള്ളിൽ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ CSS ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ .html കൊടുത്ത പോലെ .css കൊടുത്തിട്ടുണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുക. പക്ഷേ ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ HTML ഉള്ളിൽ തന്നെ ചിലപ്പോൾ ടെമ്പറായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു വാല്യൂ ഒക്കെ ഉള്ളെങ്കിൽ ചിലപ്പോൾ കളർ ഒരു മാറ്റാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, HTML ഉള്ളിൽ തന്നെ വേണമെങ്കിൽ കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ടൈപ്പ് ഓഫ് രീതിയിൽ CSS HTML കണക്ട് ചെയ്യും. വീണ്ടും പറയുകയാണ്, HTML ഉള്ള കമ്പോണൻറ്റിന് സ്റ്റൈൽ കൊടുക്കാനാണ് CSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു CSS ഫയൽ ഉണ്ടാവും, നമുക്കൊരു HTML ഫയൽ ഉണ്ടാവും. ഈ HTML ഫയലുമായിട്ട് ഈ CSS ഫയലിനെ കണക്ട് ചെയ്യണം. അതേപോലെ ഏത് H1-നാണ്, ഏത് H2-നാണ്, അല്ലെങ്കിൽ ഏത് ഫോമിനാണ്, ഏത് ഫോമിൽ റേഡിയോ ബട്ടനാണ്, ഏത് ഫോമിൽ ചെക്ക് ബോക്സിനാണ് കളർ കൊടുക്കേണ്ടത്, ബോർഡർ കൊടുക്കേണ്ടത് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് CSS-ലായിരിക്കും. അപ്പോൾ അങ്ങനെ CSS ഫയലിൽ നമ്മൾ കുറേ സ്റ്റൈലുകൾ, അതായത് ഇന്ന ബാക്ക്ഗ്രൗണ്ട് വേണം, ഇന്ന കളർ വേണം, അവിടെ ഇത് വേണം, ഇവിടെ ഇത് വേണം, ഈ രീതിയിൽ ഒക്കെ സെറ്റ് ചെയ്ത് CSS സെറ്റ് ചെയ്യും. അത് HTML-ലുമായിട്ട് കണക്ട് ചെയ്ത് ഏത് കമ്പോണൻറ്റിനാണെന്നുള്ളത് കണക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ആ കണക്ഷൻ, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് പുറത്തുള്ള ഫയൽ പറയുന്നതിന് മുന്നേ ഉള്ളിൽ തന്നെ HTML ഉള്ളിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് കളറും കാര്യങ്ങളും സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പുറത്തെ കാര്യം നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇൻലൈൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, HTML CSS കണക്ഷൻ ഉണ്ട്. ഇവിടെ H1 എന്നുള്ള ടാഗ് കൊടുത്തിട്ടുണ്ട്. H1-നോട് നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, H1-ൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുക, അതായത് ഒരു ക്രോസ് റോഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ H1 നല്ല സൈസിൽ നമ്മൾ എന്തെങ്കിലും ക്രോസ് റോഡ്സ് വരും. ഇനി നമുക്ക് ആ ക്രോസ് റോഡ്സിൻ്റെ കളറൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഇത്ര ദിവസം ബ്ലാക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനി കളറൊന്ന് മാറ്റി വെക്കാം, ഇനി കളർഫുൾ ആക്കി വെക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻലൈൻ മോഡലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് കൊടുക്കുന്നത്. അതിനാണ് ഇൻലൈൻ എന്ന് വിളിക്കുക. അതായത് നമ്മൾ എവിടെയാണോ HTML എഴുതുന്നത് ആ ലൈനിൽ തന്നെ ഏത് ടാഗ് എഴുതിയോ ആ ടാഗിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും, അതായത് ആ ടാഗിൻ്റെ കളറും ലുക്കും ഫീലൊക്കെ അവിടെ തന്നെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻലൈൻ എന്നാണ് പറയാം. അപ്പോൾ ഇവിടെ സ്റ്റൈൽ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് H1-ൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കളർ ഫുൾ കോളർ റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ VS കോഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ കൺട്രോൾ സ്പേസ് എന്ത് ചെയ്യും, അമർത്തുമ്പോൾ നിങ്ങൾക്ക് സജഷൻസ് വരും. ഇപ്പോൾ കളർ നിർത്തിയിട്ട് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. ഗ്രീൻ വേണോ, ബ്ലൂ വേണോ, സിയാൻ വേണോ, പല കളേഴ്സിൻ്റെ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ കളർ മാറും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുക, അതുപോലെ അതിൻ്റെ ബോർഡർ സെറ്റ് ചെയ്യുക, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇൻലൈൻ എന്നുള്ള മോഡൽ. എവിടെയാണോ HTML ഒരു ടാഗ് എഴുതുന്നത് അവിടെ തന്നെ എന്ത് ചെയ്യും, സ്റ്റൈൽ എഴുതുന്ന കേസ്. ഇനി രണ്ടാമത്തെ കേസാണ് എക്സ്റ്റേണൽ. നമുക്ക് ലാസ്റ്റ് പറയാം, അതിന് മുന്നേ ഇൻറ്റേർണൽ പറയാം. ഇൻറ്റേർണൽ എന്നുള്ള കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റൈൽ എന്നുള്ള ഒരു ടാഗ് എഴുതും. അതായത് HTML ഫയലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത് എഴുതുന്നത്. പക്ഷേ സ്റ്റൈൽ എന്നുള്ള ഒരു ടാഗ് എവിടെയെങ്കിലും എഴുതിയിട്ട്, അത് ചിലപ്പോൾ ഹെഡിൽ എഴുതാം, ബോഡിയിൽ എവിടെ വേണമെങ്കിലും എഴുതാം, സ്റ്റൈൽ എന്ന ടാഗ് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ H1 എഴുതിയിട്ട് H1-ൻ്റെ ഉള്ളിൽ ഇപ്പോൾ കളർ റെഡ്, ഫോണ്ട് സൈസ് 25 പിക്സൽ എന്നുള്ള രീതിയിൽ കളർ ഇത് ഡിഫൈൻ ചെയ്ത് വെച്ചോ. ഇനി ഈ HTML-ൻ്റെ ഉള്ളിൽ എവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് H1 യൂസ് ചെയ്യുകയാണെങ്കിലും എന്ത് സംഭവിക്കും, H1-ൻ്റെ സ്റ്റൈൽ ഇതായിരിക്കും, അതായത് കളർ റെഡ് ആയിരിക്കും, പിക്സൽ റേറ്റ് ഇത്ര ആയിരിക്കും. ഈ രീതിയിൽ എന്ത് ചെയ്യും, ഇൻറ്റേർണൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു സെമിക്കോളം കണ്ടോ, നമ്മൾ കോഡിങ് പഠിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ വരി കഴിയുമ്പോൾ നമ്മൾ സെമിക്കോളം ഇടാറുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് സെമിക്കോളം എല്ലാ ലൈനിലൊന്നുമില്ല. അതായത് ഇവിടെ ഇപ്പോൾ ഇതിന് പറയുന്നത് പ്രോപ്പർട്ടി എന്നാണ്, ഇതിന് അതിൻ്റെ വാല്യൂ എന്നാണ്. അപ്പോൾ കളർ എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ വാല്യൂ ആണ് റെഡ്.
ഓക്കെ, ഇത് കഴിഞ്ഞപ്പോൾ ഒരു സെമിക്കോളൻ ഇട്ടു. അതായത് അടുത്ത പ്രോപ്പർട്ടി വാല്യൂ വരുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് സെമിക്കോളൻ ഇട്ടുക. എൻഡ് ചെയ്യാനോ സ്റ്റാർട്ട് ചെയ്യാനൊന്നും സെമിക്കോളൻ ഇല്ല. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുക, സെമിക്കോളൻ ഇട്ടു. അടുത്ത എന്ത് ചെയ്ത് ഫോണ്ട് സൈസ് ഫുൾ കോളൻ വീണ്ടും എന്ത് ചെയ്ത് അതിൻ്റെ വാല്യൂ 25 പിക്സൽ. ഇവിടെ സെമിക്കോളൻ ഇല്ല കേട്ടോ, അതൊന്ന് റിയലൈസ് ചെയ്യുക ഈ രണ്ട് സെപ്പറേഷനിൽ. അപ്പോൾ ഈ ഒരു H1 ഇനി ഈ HTML ഇതിപ്പോൾ HTML ഫയലിൻ്റെ ഉള്ളിൽ എഴുതുന്ന രീതിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ H1 ഇട്ടാണ്ട് എവിടെ ഇട്ടാലും ഈ ഒരു സൈസിലും ഈ ഒരു കളറിലും ആയിരിക്കും എന്തുണ്ടാവുക ആ HTML ഹെഡർ വരിക. ഇനി അടുത്തത് എക്സ്റ്റേണൽ നോക്കാം. ഇതാണ് നമ്മൾ സാധാരണ കൂടുതലായിട്ടും ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് ഈ ഇപ്പോൾ HTML ഫയലിനുള്ളിൽ തന്നെ എഴുതുന്ന രീതി, ഇവിടെ HTML ഫയലിനുള്ളിൽ തന്നെ എഴുതുന്ന രീതി, ഇത് കുറച്ച് കോഡൊക്കെ ഉള്ളെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഒരുപാട് കോഡ് വന്നു കഴിഞ്ഞാൽ ആ കൺഫ്യൂഷനും ഒരു പേജിൽ തന്നെ എല്ലാം കൂടി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കോഡിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ എപ്പോഴും CS ഫയൽ സെപ്പറേറ്റ് ചെയ്യും, HTML ഫയൽ സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ടായിരിക്കും സ്റ്റൈൽ ചെയ്യുക കൂടുതലായിട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു കേസൊക്കെ ഉള്ളൂ, ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അടുത്ത ഫയൽ പോയിട്ട് ഓപ്പൺ ചെയ്യേണ്ട, അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ ഇൻലൈൻ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും കുറവാണ്, കൂടുതലും എന്ത് ചെയ്യുക സെപ്പറേറ്റ് ഫയലായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് എക്സ്റ്റേണലാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഇൻറ്റേർണലോ ഇൻലൈനൊന്നും ചെയ്യാൻ പോകുന്നില്ല. നമ്മൾ സാമ്പിൾ നമ്മൾ എന്തായാലും എന്തെങ്കിലും ചെയ്ത് നോക്കും. പക്ഷേ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് ഒന്നും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എക്സ്റ്റേണലായിരിക്കും കൂടുതലും ചെയ്യാം. അപ്പോൾ എക്സ്റ്റേണൽ കേസിൽ നമ്മൾ ഇപ്പോൾ ലിങ്ക് എന്നുള്ളൊരു ടാഗ് ഉണ്ട്. ഈ ലിങ്ക് വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിപ്പോൾ HTML ഫയൽ വേറെ CS ഫയൽ വേറെയാണ്. അപ്പോൾ ഒരു പ്രോജക്റ്റിൽ തന്നെ ഒരു മൾട്ടിപ്പിൾ HTML ഫയൽ ഉണ്ടാവും, മൾട്ടിപ്പിൾ CS ഫയലും ഉണ്ടാവും. ഇപ്പോൾ hi1, hi2, hi3, hi4 എന്ന് പറഞ്ഞ CS ഫയൽ ഉണ്ട് നോക്കി, hello1, hello2, hello3 എന്ന് പറഞ്ഞാൽ hello5 എന്ന് പറഞ്ഞാൽ HTML ഫയൽ ഉണ്ട് നോക്കി. അപ്പോൾ ഇതിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ H3യുമായിട്ട് hello1ുമായിട്ടോ 2ുമായിട്ടോ ആയിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക ഹേയിലെ ഒരു 5ുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ CS ഫയലും HTML ഫയലും ഏതുമായിട്ടുള്ള കണക്ഷൻ എന്നുള്ളത് എന്ത് ചെയ്യണം, HTML ഫയലിനെ അറിയണം. അപ്പോൾ HTML ഫയലിൻ്റെ ഹെഡിൽ നമ്മൾ ലിങ്ക് എന്നുള്ള നമ്മൾ ടൈറ്റിലൊക്കെ ആഡ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ലിങ്ക് എന്നുള്ള ആട്രിബ്യൂട്ട് ആഡ് ചെയ്തിട്ട് hrefൻ്റെ ഉള്ളിൽ നമ്മൾ href അറിയാലോ നമുക്ക്, hrefൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും നമുക്ക് style.css എന്നുള്ള ഫയൽ സെറ്റ് ചെയ്യും. ഇവിടെ ടൈപ്പ് text/css എന്ന് കൊടുക്കണം. അതേപോലെ റിലേഷൻ സ്റ്റൈൽ ഷീറ്റ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പേരിൽ ഇവിടെ hi.css ആണ് കൊടുത്തിരുന്നെങ്കിലോ hi.css എന്ന ഫയൽ ഉണ്ടാക്കുക. ഇവിടെ style.css കൊടുത്തപ്പോൾ style.css എന്ന ഫയൽ കോമൺ ആയിട്ട് നമ്മൾ style.css എന്നാണ് ഡിഫോൾട്ടായിട്ട് എഴുതുക. കുറേ CS ഫയലൊക്കെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക ഡിഫറൻറ്റ് പേരിലോട്ടൊക്കെ പോവുക. അപ്പോൾ style.css കൊടുത്ത് style.cssൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മളിവിടെ H1 കൊടുത്തില്ലേ, ഇതേപോലെ തന്നെ ആ ഒരു H1 എന്നുള്ള ടാഗിൻ്റെ H1 ഡെഫിൻ ചെയ്യാണ് കളർ റെഡ്, ഫോണ്ട് സൈസ് 25 പിക്സലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, അതായത് ഇത് HTMLൻ്റെ ഹെഡറാണ്. HTMLൻ്റെ ഹെഡറിൻ്റെ ഉള്ളിൽ ഈ CSSനെ ഇങ്ങോട്ട് HTML കണക്ട് ചെയ്ത് ഇനി ഈ H1 എന്നുള്ള ടാഗ് നമ്മുടെ ഈ HTMLൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ എവിടെ യൂസ് ചെയ്താലും എന്ത് സംഭവിക്കും, H1ൻ്റെ കളറും ഈ പ്രോപ്പർട്ടി, ഈ രണ്ട് പ്രോപ്പർട്ടീസ് എന്താവും ആ H1 സെറ്റായി വരും. മനസ്സിലായോ? അതായത് CSS പുറത്താണുള്ളത്, HTML ഫയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ HTML ഫയലിൻ്റെ ഉള്ളിൽ ഈ CS ഫയലിനെ കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് HTML ഫയലിൻ്റെ ഉള്ളിൽ ഹെഡിൻ്റെ ഉള്ളിൽ ഈ CS ഫയലോട്ടുള്ള href റിലേഷൻ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എപ്പോഴൊക്കെ അതായത് ഈ CSൽ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടീസ് ആയിരിക്കും ഈ HTML കിട്ടുക. പെട്ടിട്ടുണ്ടോ? അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യും, ആ സ്റ്റൈലിൻ്റെ കളർ ഈ HTML വരും. നമുക്ക് അന്ന് മൂന്നൊന്നും ചെയ്ത് നോക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക അടുത്തതിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് CSS ചെയ്ത് നോക്കാം. CSSൻ്റെ ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞത്, ഇൻലൈൻ അല്ല പറഞ്ഞത്, ഇൻലൈനിന് ചെയ്ത് നോക്കാം. സോനു ധൈര്യത്തിന് വേണ്ടിയിട്ട് പവർ എയറൊക്കെ എടുക്കുന്നുണ്ട്. ഒരു കളർ കൊടുത്തു നോക്കാം. കുട്ടികൾ കേൾക്കണോ, സൗണ്ട് പറഞ്ഞോ ധൈര്യമായിട്ട്. ഹേ ഗൈസ്, കളർ റെഡ്. ഓക്കെ കമോൺ. ഒരു എറർ കാണിച്ചല്ലോ ഇവിടെ. ബോഡി ഹെഡ് സംതിങ് ഈസ് മിസ്സിങ്. ഹേ ഗൈസ്, കോഡ് കാണിച്ച് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, സ്റ്റൈല് അതായത് H1 അവിടെ തന്നെ സ്റ്റൈൽ കൊടുത്തു. അതായത് കളർ എന്നുള്ള പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ റെഡ് എന്നുള്ള ഈ റെഡ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല, ഈ കളറിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് വരും. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ വരുന്നില്ലേ കൺട്രോൾ സ്പേസ് അമർത്തിട്ടോ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ സെലക്ട് ചെയ്തു. വാവ്, ഇത് എന്ത് കളറാണ്? ഓക്കെ, കളർ മാറിയിട്ടുണ്ട്.
അപ്പോൾ ഇതിനാണ് എന്ത് പറയുക, ഇൻലൈൻ എന്ന് പറയാം. സ്റ്റൈല് എന്താ ചെയ്യുക, അവിടെ തന്നെ ടാഗിൻ്റെ ഉള്ളിൽ തന്നെ കൊടുക്കുന്ന രീതി. കസ്റ്റംസ് കളേഴ്സ് എടുക്കുന്നത് കാണിച്ചു കൊടുക്കണം ഓൺലൈനായിട്ട്. അത് കൊടുത്തോ. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ കുറേ കളേഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതല്ലാത്ത ഏതെങ്കിലും കളർ നിങ്ങൾക്ക് കളർ കോഡൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ കളർ പിക്കർ എന്നൊക്കെ പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഒരു ഏതെങ്കിലും സൈറ്റ് ഗൂഗിൾ തന്നെ കാണിക്കും. അപ്പോൾ അവിടെ നമുക്ക് കളർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോഡ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഏതെങ്കിലും വെറൈറ്റി കോഡ് ഇപ്പോൾ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്തു, അതിന് താഴെ കാണും അതിൻ്റെ കോഡ് കാണാം. എക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടോ, എക്സ് ഡെസിമൽ കോഡാണ്. അപ്പോൾ ആ കോഡ് എടുക്കുക. ആ കോഡ് കോപ്പി ചെയ്യുക. അവിടെ കളർ പ്രോപ്പർട്ടീൻ്റെ അവിടെ എന്ത് ചെയ്യുക, മാറിയില്ലേ, അത് പഠിച്ചില്ലേ. അപ്പോൾ ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൊടുത്ത് സെറ്റ് ചെയ്യുക നിങ്ങളതിൽ. ഇനി ഏതാ ചെയ്യേണ്ടത്, നമുക്ക് ഇൻറ്റേർണൽ അല്ലേ ചെയ്യേണ്ടത്, ഇൻറ്റേർണൽ. ഇപ്പോൾ നമുക്ക് വേറെ ടാഗ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങളായിരിക്കും സോനുവിന് ഭയങ്കര ധൈര്യമായി ഭയങ്കര സെറ്റാണ്. സോനുവിൻ്റെ കൈ നിങ്ങൾ കാണുന്നില്ലല്ലോ. സ്റ്റിൽ പറയേണ്ട ആവശ്യം എന്താ, ഞാൻ പിടിച്ചു വെക്കേണ്ടായിരുന്നു സോനുവിൻ്റെ പേരിൽ വിറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ അവസ്ഥയാണോ. സാരല്ല പോട്ടെ. സോനുവിൻ്റെ ആരാധികമാർ എന്നത് കാണരുതേ എന്നാണ്. സോനു ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. സോനുവിന് ബാംഗ്ലൂരിൽ കുറച്ച് ഫാൻസ് വരാണ്ടെന്ന് പറഞ്ഞത് അല്ലേ. ഇപ്പൊ വരുത്തണ്ട, ഇതെന്താ ചെയ്ത്. ഓക്കെ, ഒന്നില്ല. ഒരു പി ടാഗ് ഇട്ട് കുറച്ച് കണ്ടന്റ് ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്നതെന്ന് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. അവസാനം എൻ്റെ സംസാരത്തിന് മാത്രം ശ്രദ്ധിക്കരുത്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. അതെന്താ കളർ സെറ്റ് ചെയ്തോ, ജസ്റ്റ് കളറും കൊടുത്തിട്ടുണ്ട് പി ടാഗിന്. ഓക്കെ. അതായത് നമ്മൾ സ്റ്റൈലിൽ നിന്നുള്ള ടാഗ് ആഡ് ചെയ്തിട്ട് അതിൽ പി എന്ത് ചെയ്ത്, പിക്ക് ഒരു എന്താ പറയുക പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് കളറും കോറിൽ നിന്നുള്ള കളറും സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് പി ഏത് എഴുതിയാലും ഇനി എവിടെ ഈ പേജിൽ എവിടെ പി എഴുതിയാലും എന്താണ് സെയിം കളറിൽ വർക്ക് ചെയ്യും. ഓക്കെ, അത് മനസ്സിലായില്ലേ. ഒന്നുകൂടെ എടുത്ത് ഓക്കെ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൂടെ സെറ്റ് ചെയ്യോ. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. ഇനി നിങ്ങളിങ്ങനെ ചെയ്യണം കേട്ടോ. നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുക, അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യണം, അവിടെ ലെങ്ത്ത് കൂട്ടണം, അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഓരോന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സെർച്ച് ചെയ്യുക ഇങ്ങനെ HTML CSS എന്താ പറയുക H1 ബാക്ക്ഗ്രൗണ്ട് കളർ സെർച്ച് ചെയ്ത് അപ്പോൾ ഗൂഗിൾ കിട്ടും. അങ്ങനെ ഓരോന്ന് എടുക്കുക, ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് കണ്ടെത്താനുള്ള കഴിവ് എന്ന് വരുന്നോ അന്ന് നിങ്ങൾ ഡെവലപ്പറോ ഡിസൈനറൊക്കെ ആവും. കൊടുത്തൊരു വൃത്തികെട്ട് കളർ വന്നിട്ടുണ്ട്. നല്ല സെലക്ഷൻ. വൈറ്റ് ആണല്ലേ, ഗ്രീൻ കൊടുത്തു. സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളുടെ മലപ്പുറത്ത് ഇതിന് വേറൊരു പേര് പറയും. പോട്ടെ, മനസ്സിലായില്ലേ. ഇനി മനസ്സിലാകത്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കുക. സോനു മറുപടി പറയും. നെക്സ്റ്റ് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്നല്ലേ നമുക്കൊരു അതിന് സോനുവിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് സോനുവിൻ്റെ ഇൻസ്റ്റാഗ്രാം ID നമ്മൾ വീഡിയോയുടെ താഴെ ഇടുന്നതായിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോനു ഗോപാലൻ സെർച്ച് ചെയ്താലും മതി. പോരെ, മതി. ഇനി എന്തായി, ഇനി എക്സ്റ്റേണൽ ആയിട്ട് CSS ഫയലിൽ ഓക്കെ. നമ്മൾ പറഞ്ഞേ ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം കാണിച്ചു. ഏതൊക്കെയാണ്, ഇൻലൈനും ഇൻറ്റേർണലും. ഇനി നമുക്ക് CSS ഫയൽ ഇപ്പോൾ എഴുതിയ ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞ കാര്യം, അതായത് കളറ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയ സംഭവം നമുക്ക് പുറത്തൊരു ഫയലിൽ എഴുതിയിട്ട് അത് ഇങ്ങോട്ട് ലിങ്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ .css എന്നുള്ള എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണം. എക്സ്റ്റൻഷൻ എന്താണെന്ന് അറിയാലോ, ഓരോ ഫയൽ MP3 ഒരു എക്സ്റ്റൻഷനാണ്,
പിന്നെ ഏതാണ് PDF, PDF ഒരു എക്സ്റ്റൻഷനാണ്. പിന്നെ എന്താണ് DocX. MP4 ഒരു എക്സ്റ്റൻഷനാണ്. DocX എക്സ്റ്റൻഷനാണ്. അപ്പോൾ അങ്ങനെ CSS എന്നുള്ള എക്സ്റ്റൻഷനിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് പേര് എന്തും കൊടുക്കുക. പേര് ഇവിടെ സ്റ്റൈലിലോട്ട് CSS എന്ന് കൊടുത്തു. ജസ്റ്റ് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആ ഓക്കെ. മതി. ക്യാമറ ഓഫായ സോനുവിന്റെ നാട്ടുണ്ടല്ലോ. ആ ക്യാമറ ഓഫ് ചെയ്യാണ്ടല്ലോ. ഇപ്പൊ കൈയൊക്കെ പറിച്ചിട്ടാണ് കൈ പിടിച്ചേക്കാൻ വേണ്ടി കുറച്ച് സമയം ചെലവാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ് പേടി മാറ്റാണ്. നിങ്ങൾ അവനോട് ദയ ഒന്നും തോന്നരുത്. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ. അതായത് നിക്ക് നമ്മൾ വേറൊരു CS ഫയൽ ഇട്ടു. അതിലെന്ത് ചെയ്തു, കളറ് ആ ഒരു പ്രോപ്പർട്ടീനെ ആഡ് ചെയ്തു, പ്രോപ്പർട്ടീനെ കളറൊക്കെ ആഡ് ചെയ്തു. ഇനി അത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ കുറേ HTML ഫയൽ പോയിട്ടുണ്ട്, കുറേ CS ഫയൽ ഉണ്ട്. അപ്പോൾ ഏത് HTML ഫയൽ ഏത് CSനാന്നുള്ളത് നമ്മൾ ഹെഡിൽ എന്ത് ചെയ്യണം, ലിങ്ക് HRF ഫോർമല്ല നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ HRFൽ ആ ഫയൽ കൊടുക്കുക, അതാ style.css എന്നുള്ള ഫയൽ കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് ടൈപ്പ്, ഓക്കെ ടൈപ്പിൽ എന്തായിരുന്നു, ടെക്സ്റ്റ് CSS. ടെക്സ്റ്റ് CSS. പിന്നെന്താ സംഭവം ഉണ്ടല്ലോ, റിലേഷൻ സ്റ്റൈൽ ഷീറ്റോ. ഓക്കെ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങോട്ട് കണക്റ്റായി. അതിലെന്തിന് ഡെഫിനിഷൻ കൊടുത്തത്, ബട്ടനാണ് നമ്മൾ ഡെഫിനിഷൻ കൊടുത്തത്. ബട്ടൻ്റെ കളറും കാര്യങ്ങളും ചെയ്തത്. നോക്കാം നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. വന്നില്ലേ, ബട്ടൺ വന്നിട്ടുണ്ട്. ഗ്രീൻ ബട്ടൺ വന്നിട്ടുണ്ട്. ആ ഗ്രീനിൽ വൈറ്റ് ലെറ്റർ ഇട്ടാക്കി. അപ്പോൾ രസമുണ്ടോ കാണാൻ. ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനും കളറിൽ ആ FFF. യെസ് സൂപ്പറായില്ലേ, സൂപ്പർ ബട്ടണാണ്. ഇനി അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടെത്തുക, സെർച്ച് ചെയ്യുക. CSലെ കളർ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേറെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ CS പ്രോപ്പർട്ടീസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ W3 സ്കൂൾസിലൊക്കെ ഒരുപാട് കിട്ടാനുണ്ട്. ഒന്ന് നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഇട്ട് നോക്കുക, ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇങ്ങനെ മനസ്സിലാക്കി പോകുക. ഒന്നും കാണാതെ പഠിക്കരുത്. ഇതൊന്നും കാണാതെ പഠിക്കാനുള്ള കോഡല്ല. സെർച്ച് ചെയ്യുക, അപ്പം എടുത്തുള്ള കഴിവ് എവിടെ ഇടണം എന്നാണ് അറിയേണ്ടത്. ഇപ്പം നമ്മൾ എക്സ്റ്റേണൽ ഇട്ടു, ഒരു CS ഫയൽ പുറത്തുള്ളത്. ആ പുറത്തുള്ള CS ഫയലിനെ HTML എടുക്കുമ്പോൾ ഇത് എവിടെ ഇട്ടാൽ ഇങ്ങോട്ട് വരും എന്ന് മനസ്സിലാക്കി മാത്രം വെക്കുക. എല്ലാ പ്രോപ്പർട്ടീസും എല്ലാ വാല്യൂസും പഠിച്ചു വെക്കരുത്. അത് പഠിച്ചു വെക്കുന്നതല്ല കോഡിങ്. മനസ്സിലാക്കുക എവിടെ ഇട്ടാൽ വർക്ക് ചെയ്യും. ദാറ്റ്സ് ഓൾ. പിന്നെ ഇട്ട് പോവുക ചെയ്യുക. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഡൗട്ട് വെച്ചോളൂ. ഒരു HTML ഫയൽ ഒന്നിൽ കൂടുതൽ, ഒരു CS ഫയൽ ഒന്നിൽ കൂടുതൽ HTML ഉപയോഗിക്കാൻ പറ്റുമോ? ഒരു CS ഫയലിന് ഉപയോഗിക്കാം. അങ്ങോട്ടോട്ട് എത്ര വേണം യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എക്സ്റ്റേണലും ഇൻറ്റേണലും കഴിഞ്ഞു. ഇനി നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഇതൊന്ന് ഇപ്പം തന്നെ ചെയ്ത് നോക്കുക. ബേസിക്കായിട്ട് CSSൻ്റെ ജസ്റ്റ് എങ്ങനെയാണ് എക്സ്റ്റേണൽ ഫയൽ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി പല രീതിയിൽ നമ്മൾ CSS കണക്ട് ചെയ്ത് HTML-ഉമായിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. H1 എന്നുള്ള ടൈറ്റിലിന് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ ആ പേജിൽ H1 മൊത്തം അല്ലെങ്കിൽ H2 മൊത്തം അല്ലെങ്കിൽ ഏത് ടാഗാണ് ഇടുന്നത് ആ ടാഗിന് മൊത്തം ഒരു സ്റ്റൈലാണ് ഡിഫൈൻ ചെയ്യണത്. പക്ഷേ നമുക്ക് ചിലപ്പോൾ ചില H1 വേറെ സ്റ്റൈല്, അതേ H1 തന്നെ വേറെ സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ടാകും, അതിന് വേറെ സ്റ്റൈൽ ഒരേ പേജിൽ വേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ കേസുകൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എന്താ പറയുക, H1 മൊത്തമായിട്ട് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം നടക്കില്ല. അപ്പോൾ അതന്നെ ഇപ്പോൾ ഒരു പാരഗ്രാഫാണ് നോക്കി, ഒരു വലിയ പേജാണ്, ഒരു അവിടെയുള്ള കുറച്ച് ഭാഗം Pക്ക് വേറെ സ്റ്റൈലാണ്, അവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള P ആണ്, കുറച്ച് കഴിയുമ്പോൾ P വേറെ സ്റ്റൈലാണ്. അങ്ങനെ പല രീതിയിൽ ചെയ്യുകയാണ് നോക്കി. അപ്പോൾ വേറെ വിഡ്ത്താണ്, വേറെ ഹൈറ്റാണ്, പല രീതിയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പല സ്റ്റൈലുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ടാഗിൻ്റെ അണ്ടറിലല്ല കൊടുക്കുക. നമുക്ക് അപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ID അതേപോലെ ക്ലാസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ID എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്പെസിഫിക് കമ്പോണൻ്റ് നമ്മളൊരു ID കൊടുക്കും. അപ്പോൾ അതായത് ഒരു H1 എഴുതുകയാണെങ്കിൽ ഒരു ID കൊടുത്തു കഴിഞ്ഞാൽ ആ ID പിന്നെ ആ HTML ഫയൽ എവിടെയും കൊടുക്കാൻ പാടില്ല. അതായത് ഒരു H1 നമ്മളൊരു ID കൊടുത്താൽ ID എന്നുള്ള ആട്രിബ്യൂട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H1 ID എന്നുള്ള ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് ടൈറ്റിൽ എന്നാണ് അതിൻ്റെ പേര് കൊടുത്തത്. ഇനി IDയിൽ ടൈറ്റിൽ എന്നുള്ളത് വേറെ ഇതിൽ പേജിലുള്ള എവിടെയും കൊടുക്കാൻ പാടില്ല ഈ ID. അത് ആ ഒരു സ്പെസിഫിക് കമ്പോണൻ്റ് മാത്രമാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ടൈറ്റിൽ നമുക്ക് എങ്ങനെ സ്റ്റൈൽ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ CS ഫയൽ വന്നിട്ട് ആഷ് ടൈറ്റിൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസും വാല്യൂസും സെറ്റ് ചെയ്യുക. അപ്പോൾ എന്താവും, ഇതിന് സ്റ്റൈൽ സെറ്റ് ആവും. അപ്പോൾ ഈ ID ഒരു സ്ഥലത്തും പിന്നെ കൊടുക്കാൻ പറ്റില്ല. വേറൊരു ടൈപ്പാണ് ക്ലാസ് എന്നുള്ളത്.
ക്ലാസ് കണ്ടന്റ് എന്നുള്ളത് ഇത് ഈ പിക്ക് പാരഗ്രാഫിന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇവിടെ നിന്ന് H3ക്കും ഈ ക്ലാസ്സിന് കൊടുത്തിട്ടുണ്ട്. ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പ്രത്യേക ടൈപ്പ് ക്ലാസ് ഉണ്ടാക്കുകയാണ്. അത് എന്ത് ചെയ്യുക, എവിടെ വേണമെങ്കിലും കൊടുക്കുക. അതിനൊക്കെ ഈ ഒരു കണ്ടൻറ്റിൻ്റെ സ്റ്റൈലും. കണ്ടൻറ്റ് എന്താണ്? ഇത് കണ്ടൻറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഡോട്ട് കണ്ടൻറ്റ്, ഇത് ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് കണ്ടൻറ്റ് എന്നുള്ളത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ പ്രോപ്പർട്ടീസും വാല്യൂസും സെറ്റ് ചെയ്യാം. അപ്പോൾ ID എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് ഒരു കമ്പൗണ്ട് മാത്രം, ക്ലാസ് തന്നെ കോമൺ, അതായത് ആ ക്ലാസ് പല സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. ID ഒരു സ്ഥലത്ത് ഉപയോഗിക്കുന്നുള്ളൂ, രണ്ട് സ്ഥലത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് വരും. ഓക്കെ, അത് ചെയ്ത് നോക്കാം. അടുത്തത് നമ്മുടെ ഏതാണ് ചെയ്യേണ്ടത്? ക്ലാസ്സസും IDs. ക്ലാസ്സസും IDസും. നമ്മളിപ്പോൾ കൊടുത്തത് ടാഗിന് തന്നെ സ്റ്റൈൽ കൊടുക്കുമായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒരേ ടാഗുകൾ തന്നെ പലതും ഉണ്ട് സ്ക്രീനിൽ. അപ്പോൾ ഓരോന്നിനും ഡിഫറെൻറ്റ് എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റൈലുകൾ കൊടുക്കണം. അതൊന്ന് കൊടുത്തു നോക്കാം. രണ്ട് H1 അല്ലെങ്കിൽ 2 PO, ആ 2 P ഒക്കെ കൊടുത്തോ. 2 P ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്താണ്, 2 Pക്കും സെയിം കളറല്ല വന്നിട്ടുണ്ടായിരുന്നത്. എവിടെ P ആഡ് ചെയ്താലും സെയിം കളറാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഒരു Pക്ക് വേറൊരു ഐഡിയും മറ്റേ Pക്ക് വേറൊരു ഐഡിയും കൊടുക്കാം. എന്നിട്ട് രണ്ട് സ്റ്റൈലും, ഒന്നിന് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതൊക്കെ രീതിയിൽ കൊടുത്തു നോക്കാം. മറ്റേ കൊടുത്തോ. ID പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു നെയിം കൊടുക്കുക കേട്ടോ, ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പുറത്തെ CS-നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാര2 പാര1 എന്നുള്ള രീതിയിൽ 2 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഉള്ള സ്റ്റൈൽ നമുക്കൊന്ന് ഒഴിവാക്കാം. Pൻ്റെ നമ്മൾ സ്റ്റൈൽ ഉണ്ടായിരുന്നല്ലോ, കോമൺ സ്റ്റൈൽ, അത് വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ ചിലപ്പോൾ കോമൺ ആയിട്ടൊരു സംഭവം ഉണ്ടായിരിക്കും നോക്കിയാൽ Pക്ക് മൊത്തത്തിൽ അപ്പോഴും ഉണ്ടെന്നെങ്കിൽ അതവിടെ കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യാം. പിന്നെ ഈ സ്റ്റൈലിലോട്ട് CS ഫോളോ ചെയ്യുന്നതല്ലേ നല്ലത്? അതെ. എക്സ്റ്റേണൽ ഇനി മുതൽ നമ്മൾ എക്സ്റ്റേണലേ പറയുള്ളൂ കേട്ടോ. ഇൻറ്റേണൽ ഇൻലൈനൊന്നും കാണിക്കുന്നില്ല, എക്സ്റ്റേണൽ തന്നെ എഴുതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആഷ് പാര1 ആണ്, ആഷ് പാര2 എന്നുള്ള ഇതിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ഹോട്ട് പിങ്ക് കൂടി. ഇൻഡിഗോ പോലെ. സോനുവിൻ്റെ മറ്റേ കഥ പറയണോ? വേണ്ട. പണ്ട് ക്രൈസ്റ്റിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പോയപ്പോഴുള്ള ട്രെയിനിൽ നിന്നുള്ള സ്റ്റോറി. നാറ്റിക്കരുത്, സൂചന പോലും കൊടുക്കരുത്. ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് കേട്ടോ. അത് സോനു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ആ ട്രെയിനിലെ സ്റ്റോറി എന്താണെന്നുള്ള മെസ്സേജ് അയച്ചാൽ സോനു പറഞ്ഞു വോയിസ് നോട്ട് ഇട്ട്. ഓക്കെ, 2 കളറ് വന്നിട്ടുണ്ട്. അതൊന്ന് കൂടെ ഒന്ന് എടുത്തേ. ആ Pയിൽ 2 വന്നുണ്ടോ, പാര1 പാര2 എന്ന് കൊടുത്തു. നമ്മൾ അതിൻ്റെ പാര1 പാര2നും എന്തെങ്കിലും സ്റ്റൈല് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? 2 കളറൊന്നും മനസ്സിലായില്ലേ? ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സും കൂടെ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ വിരൽ ഏകദേശം ഉറച്ചിട്ടുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അവസാനമൊക്കെ ആകുമ്പോൾ എന്താവും ഇനി? കുപ്പി കൊണ്ടുവരേണ്ടി വരും. കൊറോണ ആയതുകൊണ്ട് അല്ലെങ്കിൽ 2 കുപ്പി കൊടുത്ത് ഞാൻ ആലോചിച്ചാണ്, കൊറോണ അല്ലെങ്കിൽ 2 കുപ്പിയൊക്കെ കൊടുന്ന് 2 ബഗ്ഗൊക്കെ കൊടുത്തിട്ട് ഇരുത്തി കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ ഒരു പ്രശ്നമില്ല കേട്ടോ, ധൈര്യം വരും. ഏത് ക്ലാസ് ഒരു H3 ഒരു H4 ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, H3 H4 ക്രിയേറ്റ് ചെയ്തു. അതിൽ 2ലും ഒരേ ക്ലാസ് കൊടുത്തു. ഇനി എന്ത് ചെയ്ത് ആ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് അവിടെ ക്ലാസ്സിന് ഡിഫൈൻ ചെയ്തു. കണ്ടന്റ് അനദർ കണ്ടന്റ് ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ എടുത്ത് ക്ലാസ് ആയതുകൊണ്ട് ഡോട്ട് വെച്ചിട്ടാണ് ചെയ്യാന്ന് പറഞ്ഞു. ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. വേറെ എന്തെങ്കിലും ഒരു സ്റ്റൈൽ കൊടുത്തേ. വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇപ്പോൾ കണ്ടന്റ് വന്നിട്ടുണ്ട്. കണ്ടന്റും മറ്റേ അനദർ കണ്ടന്റിലും എന്താണ് സെയിം ക്ലാസ് ആയതുകൊണ്ട് സെയിം വന്നിട്ടുണ്ട്. ഇനി ഇതേ സ്റ്റൈൽ തന്നെ ഹേ ഗൈസിന് വേണമെന്നുണ്ടെങ്കിലോ എന്താ ചെയ്യുക? ഹായ് ഹേ ഗൈസിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തേ. ആ മുകളിലുള്ള ഹേ ഗൈസ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ആ പേജ് ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇപ്പോൾ ഉള്ള പേജിൻ്റെ അവസ്ഥ. ടോപ്പിലുള്ള ഹേ ഗൈസ് ഉണ്ടല്ലേ, ആ ഹേ ഗൈസിന് ഇതേ സ്റ്റൈൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ തന്നെ പറഞ്ഞേ.
അതായത് ക്ലാസ് ഈ ക്ലാസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ കണ്ടൻറ്റിൽ നിന്ന് ആഡ് ചെയ്ത ക്ലാസ്, ഈ ക്ലാസ് ആ ഒരു ഹെഡിനും കൂടി കൊടുക്കുക. കണ്ടൻറ്റ് എന്നുള്ള ആട്രിബ്യൂട്ടിൽ എന്ത് ചെയ്തു, ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ടിൽ കണ്ടൻറ്റ് കൊടുത്തു. ഓക്കെ, ഹാഗേഴ്സിലും വന്നില്ലേ സെയിം സ്റ്റൈൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഐഡിയും ക്ലാസ്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഞങ്ങൾ പറഞ്ഞ കഥ ശ്രദ്ധിക്കാതെ ടൈപ്പ് ചെയ്ത കാര്യം ശ്രദ്ധിച്ചാൽ കാര്യം മനസ്സിലാവും. ഇനിയാണ് നമ്മളൊരു പറഞ്ഞ റിയൽ എക്സാമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ വീടിൻ്റെ പല ഭാഗങ്ങൾ വേറെ വേറെ പ്ലാൻ വരച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ പറഞ്ഞില്ലേ. കിച്ചൺ വേറെ, ഹാള് വേറെ, സിറ്റ് ഔട്ട് വേറെ എന്നൊക്കെയുള്ള രീതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ HTML പഠിച്ചപ്പോഴൊന്നും നമ്മൾ എന്താണ് ഇത് കണ്ടിട്ടില്ലായിരുന്നു, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പോർഷൻ വേറെ വേറെ മാറ്റിയൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ അതാണ് ഇനി ചെയ്യുന്നത്. അത് CS കൂടി വന്നാലേ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇത്ര നേരം പറയാതിരുന്നത്. HTML വേറെ ടാഗിൻ്റെ ഡിവ്. ഓക്കെ, ഈ ഡിവ് യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെബ് പേജ് ഉണ്ടെങ്കിൽ വെബ് പേജിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യുക, അപ്പോൾ ഒരു മിക്ക ഭാഗങ്ങളും എന്ത് ചെയ്യുക, കോമൺ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഡിവിൻ്റെ ഉള്ളിലോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ആ ഡിവിന് മാത്രമായിട്ട്, ഇപ്പോൾ ഡിവിൻ്റെ ഉള്ളിൽ ഒരു 3-4 ഹെഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്ക് അതിനൊക്കെ ഒരു കോമൺ സ്റ്റൈൽ കൊടുക്കുക, അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, അങ്ങനെ വേറെ വേറെ പോർഷൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് വെബ്സൈറ്റിൻ്റെ ഭാഗങ്ങൾ മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഡിവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കോമൺ പ്രോപ്പർട്ടീസ് ആയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ഇപ്പോൾ കിച്ചണിലുള്ള കാര്യങ്ങളെല്ലാം പാത്രങ്ങൾ അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കില്ല. അതേപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ പല ഭാഗങ്ങളും ഡിവ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് അപ്പോൾ ആ ഡിവ് വെച്ചിട്ട് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക, ഡിവിന് എങ്ങനെ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നത്, ഡിവിൻ്റെ ഉള്ളിലെ കമ്പോണൻസിന് എങ്ങനെ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യുന്നത്, ഡിവിൻ്റെ ഉള്ളിൽ വേറെ ഡിവ് ഇടാൻ പറ്റും, ഇതെങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഡിവിൻ്റെ സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബോഡിയിൽ നമ്മൾ ഡിവ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു H1 ഉണ്ട്, അതുമാതിരി P ഉണ്ട്. ഇപ്പോൾ ഡിവിൻ്റെ ഉള്ളിൽ 2 കമ്പോണൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കാം. ഈ ഡിവിന് പ്രത്യേകിച്ച് കളറോ ഡിവിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഡിവിന് കളറൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാനേ പറ്റുള്ളൂ. ഡിവ് ഇട്ടെന്ന് വെച്ചിട്ട് എന്തെങ്കിലും കാണാനൊന്നും പറ്റില്ല, വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താണ്, ഡിവിന് നമുക്ക് കളറൊക്കെ കൊടുത്ത് ഡിവിന് സ്പേസൊക്കെ കൊടുത്ത് വിടുത്തായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, കാണാൻ പറ്റും ഡിവ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒരു ഡിവ് ഇട്ടു, ഡിവിൻ്റെ ഉള്ളിൽ 2 കമ്പോണൻ്റ്, ഈ 2 കമ്പോണൻ്റ് സാധാരണ പോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണത്. പക്ഷേ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ സ്റ്റൈല് സെറ്റ് ചെയ്യുക, ഡിവിന് സ്റ്റൈല് സെറ്റ് ചെയ്യാണ്. CS പോയിട്ട് എന്താണ്, ബോർഡർ ഇത് വെക്കണം, സോളിഡ് ആക്കണം, വെടുത്ത് ഇത്ര വേണം, ഹൈറ്റ് ഇത്ര വേണം, ബാക്ക്ഗ്രൗണ്ട് റെഡ് കളറാണ്, കളർ യെല്ലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലെ കമ്പോണൻറ്റ് മൊത്തം കളർ യെല്ലോ കളറാവും. ഇതാണ് ഔട്ട്പുട്ട്. ആ ഒരു റെഡ് കളറൊക്കെ വന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്റ്റ് 2 H1 ഒരു P ഉണ്ടായിരുന്നു, അതിന് മൊത്തത്തിന് യെല്ലോ കളർ വന്ന് അങ്ങനെ ഒരു പോർഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇങ്ങനെ സൈറ്റിൻ്റെ പല ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പല ഡിവൈഡ് മാറ്റി വയ്ക്കുക. അപ്പോൾ ഡിവ് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് ഭാഗം മാത്രം ഇങ്ങനെ ഡിവൈഡ് സെറ്റ് ചെയ്യുക, റൈറ്റ് ഭാഗം മാത്രം ഇങ്ങനെ വേറെ ഡിവൈഡ് സെറ്റ് ചെയ്യുക, ഫൂട്ടർ എങ്ങനെ, അതേപോലെ ടോപ്പ് ബാർ എങ്ങനെ സെറ്റ് ചെയ്യുക. നമ്മൾ സൈറ്റൊക്കെ കണ്ടിട്ടില്ലേ, ടോപ്പിലൊരു ബാർ ഉണ്ടാവും, എന്നിട്ട് ലെഫ്റ്റിൽ വേറെ ബാർ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ഡിവ് വെച്ചിട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുക, അതിനുള്ളിൽ കമ്പോണൻ്റ് എങ്ങനെ വെക്കുക എന്നൊക്കെ ഉള്ളത് തന്നെയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡിവ് ചെയ്ത് നോക്കാം. ഡിവ് പറഞ്ഞ പോലെ ഡിവ് എന്നുള്ള ടാഗ് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു ഡിവിഷൻ നമ്മൾ കൊടുത്തു. അപ്പം നമുക്കിത് ഡിവിഷൻ അവിടെ വന്നിട്ടുണ്ടോ, അത് എങ്ങനെ വന്നേ എന്നൊക്കെ നമ്മൾ നോക്കണം. ജസ്റ്റ് ഇത് ഡിവിഷനാണ്, ഇതിന് വിടുത്തില്ല, ഹൈറ്റില്ല, മറ്റു പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഡിവിന് ജസ്റ്റ് സ്റ്റൈൽ കൊടുക്കാം. നമ്മൾ style.cs എന്നുള്ള ഫയലുണ്ട്, അവിടെ പോയിട്ട് ഈ ഡിവിന് ഒരു കുറച്ച് വിഡ്ത്ത് ഒരു 30px, ഹൈറ്റ് ഒരു 200px കൊടുത്തു. ഇനി 200px ഇല്ല, സോറി, ഇത് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിതൊന്നും കാണാനില്ല. ആ ഒരു ഹൈറ്റിലും ഒരു വിഡ്ത്തിലും ഒരു ഡിവൈഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഗ്രീൻ ആയിക്കോട്ടെ, കണ്ടില്ലേ, ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നു. മനസ്സിലായോ? അതായത് മറ്റ് കമ്പോണൻറ്റിനെ പോലെ ഡിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവ് ഇടുമ്പോൾ കാണാനൊന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് ആയിരിക്കും. പക്ഷേ എന്താണ്, അതൊരു കണ്ടെയ്നർ പോലെയാണ്. മറ്റേനെ എന്ത് ചെയ്യും, ക്യാരി ചെയ്തിട്ട് അതിന് മൊത്തത്തിലൊരു ക്യാരി ചെയ്യുന്ന ഒരു പാർട്ട് പോലെയാണ് കാണേണ്ടത്. അപ്പോൾ ഡിവ് ഇട്ടിട്ട് കാണണം വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കളർ ആഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇനി ഈ ഡിവിൻ്റെ ഉള്ളിൽ നമുക്ക് എലമെൻറ്റ്സ് ആഡ് ചെയ്യാം. ഇതിനുള്ളൊരു P ടാഗ് ആഡ് ചെയ്യാം.
ഒരു പി ടാഗ് ആഡ് ചെയ്തു, ടെക്സ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, ആ ടെക്സ്റ്റ് ആഡ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിവ് ഒന്ന് അലൈൻ ചെയ്യാം. ഈ ഒരു ഡിവിൻ്റെ പൊസിഷൻ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ താഴത്തേക്കോ. ടെക്സ്റ്റ് ഒന്ന് വൈറ്റ് കളർ ആക്കി. ഓക്കെ, കാണുന്നില്ല. അപ്പോൾ നമുക്ക് പിയിലേക്ക് ശേഷം ക്ലാസ് കൊടുത്തിട്ട് ശേഷം നമ്മൾ വൈറ്റ് എന്നുള്ളൊരു ക്ലാസ് കൊടുക്കുക വിചാരിക്കാം. അത് വല്ലാത്തൊരു പേരായി പോയല്ലോ വൈറ്റ്. എന്തിനേയും നമുക്ക് കൊടുക്കാം. എന്നാലും കാരണം നമ്മൾ ആ വൈറ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ആ ക്ലാസ് ഇടുന്നത്. അപ്പോൾ ആ ക്ലാസ്സിന് ഒരു മീനിങ് ആണ്. നമ്മൾ എന്ത് പർപ്പസിനാണോ ഒരു ക്ലാസ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ മീനിങ് ഫുൾ ആയുള്ള ഒരു നെയിം കൊടുക്കാൻ ശ്രമിക്കുക. എന്നാലും അതിൻ്റെ ഒരു പ്രോപ്പർട്ടി കൊടുക്കണമെന്ന് പറഞ്ഞു വന്നില്ലേ, ക്ഷമിച്ചേക്ക് അവനോട്, അല്ലാണ്ട് എന്ത് പറയാനോ നമുക്ക്. സംതിങ് ഓക്കെ വന്നു. നമുക്ക് പറഞ്ഞ പോലെ ഈ ഒന്ന് ബോക്സ് അലൈൻ ചെയ്യാം. ഒന്ന് സ്ക്രീനിൽ നിന്ന് ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് മൂവ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്രയും കാര്യം മൂവ് ചെയ്യിക്കണം. ഒന്ന് വലത്തോട്ടോ താഴോട്ടോ ഒന്ന് മൂവ് ചെയ്യിക്കാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മാർജിൻ. ഒരു മാർജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലം പാലിക്കണം. ഓക്കെ, നമ്മൾ നോട്ട്ബുക്ക് എടുത്ത് മാർജിൻ വരയ്ക്കില്ലേ, മാർജിൻ ലെഫ്റ്റിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലം വേണം. ഒരു 20 px കൊടുക്കാം. ആ 20 px ഡിസ്റ്റൻസ് വന്നു. ഡിവ് ഗ്രീൻ ഇങ്ങോട്ട് 20 പിക്സൽ എന്ത് ചെയ്തു, ഇങ്ങോട്ട് മൂവ് ചെയ്തു. പിന്നെ താഴോട്ട് മാർജിൻ ടോപ്പ്. ഇല്ല, ഇത് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ഓൾറെഡി എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഈ ദിൽഷാദും ഈ സോനും കൂടെ അത് കൊണ്ടേ കളഞ്ഞു. സോനുവിലെ ഉത്തരവാദിത്തം ഇല്ല, എല്ലാവർക്കും ഉണ്ട്. ദിൽഷാദ് മാത്രം കൊണ്ടേ കളഞ്ഞു, നശിപ്പിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കളയുന്നുണ്ട്. പോട്ടെ, സാരല്ല. കോഡിൽ എന്തെങ്കിലും കണ്ടിന്യൂഷൻ്റെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ മാർജിൻ ലെഫ്റ്റ് മാർജിൻ ടോപ്പും കൊടുത്താൽ അതേമാതിരി മാർജിൻ റൈറ്റ് കൊടുക്കാം. നമുക്ക് മാർജിൻ ബോട്ടം ഉണ്ടായാൽ 4 തരത്തിൽ കൊടുക്കാം. മാർജിൻ കോമൺ ആയിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും മാർജിൻ എടുക്കും കോമൺ ആയിട്ട്. ആ രീതിയിലുള്ളതുണ്ട്. ഇനി ഇപ്പം നമ്മൾ ഈ ടെക്സ്റ്റ് കൊടുത്തല്ലോ ഇതിൻ്റെ ഉള്ളിൽ, ഈ ടെക്സ്റ്റ് നമുക്ക് ഈ മാർജിൻ ടോപ്പ് കൊടുത്തപ്പോൾ എവിടുന്ന മാർജിൻ എടുത്തതെന്ന് മനസ്സിലായോ? ആ ക്ലിക്ക് മീന്നല്ല മാർജിൻ എടുത്തത്. അതെ, അതിന് ടോപ്പിലുള്ള കമ്പോണന്റ് നിന്നാട്ടോ മാർജിൻ എടുത്തത്. ടോപ്പ് സ്ക്രീനിൽ നല്ല എടുത്തത്. ഈ ബട്ടൺ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിവ് കൊടുത്തത്. അപ്പോൾ ബട്ടണിൽ നിന്ന് ആ ഒരു 40 px താഴോട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ടെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിവിൻ്റെ ഒരു മിനിറ്റ് എടുത്ത് ആ ഡിവിന് ക്ലാസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് ഞാൻ ഡിവിനാണ് സ്റ്റൈൽ കൊടുത്തത്, ആ ഒരു ടാഗിന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്ലാസ് കൊടുക്കാമെന്നോ. അത്രയും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഡിബ് മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഡിവിൻ്റെ ഉള്ളിൽ ഇപ്പം നമ്മൾ ഡിവിന് മാർജിൻ കൊടുത്തു. ഈ ഡിവ് എവിടെ ഇരിക്കണം, എത്ര ഡിസ്റ്റൻസ് അകലം പാലിക്കണം. ഇനി ഡിവിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സ് ആ ഡിവിൻ്റെ ബോർഡിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലം വേണം എന്ന് നമുക്ക് കൊടുക്കാം. അതിനുള്ള പ്രോപ്പർട്ടിയാണ് പാഡിങ്. അപ്പോൾ ഈ ഡിവിന് പാഡിങ് ലെഫ്റ്റ് ഒരു 30 px കൊടുത്താൽ മാർജിൻ പോലെ തന്നെ, പക്ഷെ ഉള്ളിലെ കമ്പോണന്റ് ആണെന്നുള്ളൂ. ഡിബിന് പാഡിങ് കൊടുത്താൽ ഡിബിന്റെ ഉള്ളിലെ കണ്ടന്റ് മാറിക്കും. ഡിബില് മാർജിൻ കൊടുത്താൽ ഡിബ് മാറി നിൽക്കും. അതാണ്. ഓക്കെ, അപ്പോൾ പാഡിങ് ലെഫ്റ്റ് 30 px കണ്ടില്ലേ. ഈ സംതിങ് എന്നുള്ള ഈ ടെക്സ്റ്റ് എത്രയും ഡിസ്റ്റൻസ് ലെഫ്റ്റിൽ നിന്ന് മാറി നിന്നു. ഇനി പാഡിങ് ടോപ്പ് കൊടുക്കാം 40 px. ആ ടോപ്പിൽ നിന്ന് താഴോട്ട് 40 px ഡിസ്റ്റൻസിൽ വന്നു. ഇനി നമുക്ക് എന്താ പറയേണ്ടത് ഇതിൽ ഡിബില്? ഇനി ഡിബിൻ്റെ ഉള്ളിലിട്ട് പോരെ ഒരു ബോർഡർ കൊടുത്തു നോക്കാം. ഒരു ബോർഡർ കൊടുക്കാം നമുക്ക്. ഒരു 1 px, ഒരു 1 px കട്ട് ചെയ്യുന്ന ഒരു ബോർഡർ കൊടുക്കാം. കുറച്ച് കട്ടി കൂടുതൽ കൊടുത്തോ, ഒരു 5 px കൊടുക്കും. ബോൾഡായിട്ടൊരു ബോർഡർ തട്ട്. പക്ഷെ 1 px ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് വരുന്ന ഉറപ്പില്ലട്ടാ. വന്നിട്ടുണ്ട്, പക്ഷെ കളർ ബ്ലാക്ക് ആണ്, കാണുന്നില്ല. വേറെ കളർ കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ബോർഡർ കളർ റെഡ് കണ്ടില്ലേ. റെഡ് കട്ടി കൂട്ടി കൊടുത്ത കൊടുക്കാം. ഒരു 5 px 5 px കട്ടിയുള്ള ഒരു ബോർഡർ അവിടെ വന്നു. നൈസായില്ലേ. ഓക്കെ, ഇനി എന്താ വേണ്ട നമുക്ക്? അത്രയല്ലേ ഉള്ളൂ. ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ബ്രൗസറിൽ നമുക്കൊരു സ്പെഷ്യൽ ടൂൾ ഉണ്ട്. അതായത് ഡെവലപ്പർ ടൂൾ എന്നാ പറയുക.
അതായത് നമുക്കിപ്പോൾ നമ്മൾ കോഡ് ചെയ്തിന് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ചെയ്തു എന്നിട്ട് ഇവിടെ നോക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് കറക്റ്റ് ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അതേപോലെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബട്ടണിലൊരു സ്റ്റൈൽ വന്നിട്ടില്ല, നമ്മൾ കൊടുത്തു പക്ഷേ സ്റ്റൈൽ വന്നിട്ടില്ല. അപ്പം നമുക്ക് അനലൈസ് ചെയ്യണം അവിടെ എന്ത് സ്റ്റൈലിൻ്റെ പ്രശ്നമാണ്, അവിടെ എന്താണെന്നുള്ളത് നോക്കാനൊക്കെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു ഡെവലപ്പർ ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബ്രൗസറുകളിൽ തന്നെ ഉണ്ട്, ക്രോമിലുണ്ട്, മോസില്ലയിലുണ്ട്. അപ്പോൾ ക്രോമിൽ എന്ത് ചെയ്ത് അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും സൈറ്റ് എടുത്ത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു CSS നമ്മളിപ്പോൾ ഈ ബോക്സിന് കുറേ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, ബോർഡർ കൊടുത്തു. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏതാണോ നമുക്ക് അറിയേണ്ടത്, എന്തിനെ കുറിച്ചാണോ നമുക്ക് അറിയേണ്ടത്, അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അല്ലാതെ എവിടെയെങ്കിലും റൈറ്റ് ബട്ടൺ അല്ല. ഇപ്പോൾ സംതിങ് ഇപ്പോൾ ഈ ഒരു ഗ്രീൻ്റെ അതിന് എൻ്റെ ഇൻസ്പെക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ആ ഇൻസ്പെക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. നമ്മൾ വ്യൂ പേജ് സോഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സോഴ്സ് കോഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെബ് ഡെവലപ്മെൻറ്റ് ഫോർ ബേബീസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സോഴ്സ് കോഡ് കാണാൻ പറ്റും, എന്ത് ഫ്രണ്ട് എൻഡ് ഡിസൈനെ കാണാൻ പറ്റും. അതേപോലെ തന്നെ തൊട്ട് താഴെയുള്ളൊരു ഓപ്ഷനാണ് ഇൻസ്പെക്ട്. അപ്പോൾ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണോ കമ്പോണൻ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇപ്പോൾ ഈ ഡിബിൽ ക്ലിക്ക് ചെയ്തു നമ്മൾ കൂടുതലുള്ള സ്റ്റൈൽ മൊത്തം ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമുക്കിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതിന്റെ കളർ ഓൾറെഡി ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ പിക്കിൾ വരും. ഓക്കെ, അവിടെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം കേട്ടോ. എടുത്ത് നോക്കാം, ചേഞ്ചസ് വരുത്തുക. നമുക്ക് നമ്മളെ സ്ക്രീൻ അനുസരിച്ചുള്ള കളർ ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, കളർഫുൾ സാധനം ആക്കിയിട്ടുണ്ട്. ഓക്കെ, വെറൈറ്റി കളറ്. ഓക്കെ, വെറൈറ്റി കളറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ അപ്പോൾ ബോർഡറിന് കൂടി നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വെക്കാം. ഇതേമാതിരി തന്നെ ബോർഡർ ഏതാ അപ്പോൾ ബോർഡർ കളർ ഇവിടെ തന്നെ ഡിബ് സെലക്ട് ചെയ്യും. ഇവിടെ സെലക്ട് ചെയ്യുക ഈ ഡിബിൽ. ഓക്കെ, അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഉണ്ടായിരിക്കും ഇവിടെ ബോർഡർ കളർ. ബോർഡർ കളർ റെഡ് മാറ്റല്ലേ, മാറ്റിയിട്ട് ബ്ലൂ ആക്കിട്ടോ. ഓക്കെ, കണ്ടില്ലേ, അത് കൊള്ളാം. പിന്നെ വേറെന്താ ഓപ്ഷൻ ഉള്ളത് ഇവിടെ ഇതിൽ, ഈ വിഡ്ത്ത് ഹൈറ്റും മാറ്റിക്കൂടെ? എല്ലാം മാറ്റാം. ഏത് ഇവിടെ വെച്ചിട്ട് ടൈപ്പ് ചെയ്യാം, ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആരോക്കെ യൂസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് അപ്പ് ഡൗൺ ആരോ കീ ഉണ്ടല്ലോ, അത് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാതുണ്ടോ, സൈസ് ഇൻക്രീസ് ചെയ്തല്ലേ ടൈപ്പ് ചെയ്യുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഏതാ വേണ്ടതെന്നൊക്കെയുള്ള സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് അങ്ങോട്ട് സേവ് ആവില്ലല്ലോ. സേവ് ആവില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്ക്രീൻ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സ്ക്രീൻ അനുസരിച്ചുള്ള സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റൈലെല്ലാം നമ്മൾ ആ CS ഫയലിലേക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യുക, അപ്പോൾ സെലക്ട് ചെയ്തിട്ടാണോ എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഓ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടോ അല്ലേ? ഓക്കെ, ഇത് ഇങ്ങനെ ക്ലിക്ക് ചെയ്താലും എന്താ സംഭവിക്കുക, ജസ്റ്റ് നമ്മൾ എഴുതി വെച്ചുള്ള CS ഫയൽ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, കോഡായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലേ, അങ്ങോട്ട് സേവ് ആകാനുള്ള ഓപ്ഷനൊന്നും കിട്ടില്ല. അങ്ങനെയാണ് സുഖമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഡെവലപ്പർ ടൂൾ ഉണ്ട്, ഇതും കൂടി എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുമ്പോഴൊക്കെ ഇതേമാതിരി ഇഷ്യൂസ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ ഡെവലപ്പർ ടൂൾ എടുത്താണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കില്ല നമ്മൾ. അപ്പോൾ ആ രീതിയിലും കൂടി വരുമ്പോൾ ഡൗട്ട് വരരുത്. വ്യൂ എന്താ പറയുക, ഇൻസ്പെക്ട് അടിക്കുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ആ ഒരു വിൻഡോയിലോട്ട് വരും. വിൻഡോയിൽ നമുക്ക് എന്തെങ്കിലും കളറൊക്കെ മാറ്റി വെക്കുക, സ്റ്റൈലൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് അവിടെ തന്നെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ കോഡ് എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റൈൽ മാറ്റിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയിച്ചിട്ട് അവിടെ സ്റ്റൈൽ വരില്ല കേട്ടോ, ആ കോഡ് അവിടെ നിന്ന് കോപ്പിയാണ് ചേഞ്ച് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഡിബിനുള്ളിൽ തന്നെ ഒരു ഡിബ് ഇടുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള ഈ ടെസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ കൺഫ്യൂഷൻ ആവണ്ടോ എഴുതിയ. വീണ്ടും ഒരു ഡിബ്. അങ്ങനെ ഡിബിൻ്റെ ഉള്ളിൽ എത്ര ഡിബ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനി അത് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടിനും വേറെ വേറെ സെപ്പറേറ്റ് കളർ കൊടുക്കാം. ആ ഡിബിൻ്റെ കോമൺ കളർ ഒഴിവാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അവിടെ ഇപ്പോൾ പെട്ടെന്ന് ഒഴിവാക്കിയാൽ അവർക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും. ഒരു കാര്യം ചെയ്യാം, ഓൾറെഡി എന്നിട്ട് തന്നെ ചെയ്തു കളർ. വന്നിട്ടുണ്ട്, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ സെയിം ആണ്. കാരണം നമ്മളിപ്പോൾ ആ ഡിവ് എന്നുള്ള ഒരു എലമെൻറ്റിനാണ് സ്റ്റൈൽ കൊടുത്തിട്ടുള്ളത്, അവിടെ കണ്ടില്ലേ. അപ്പോൾ എല്ലാ ഡിവിനും ഈ സെയിം സ്റ്റൈൽ വരും.
പകരം നമുക്ക് ഈ ഡിവ് എന്നുള്ള ഈ ഒരു സെലക്ടർ മാറ്റിയിട്ട് ഇവിടെ ഔട്ടർ ബോക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എഗെയിൻ നമ്മളെ ഈ ബോക്സിൻ്റെ ഇവിടെ രണ്ടാമതൊരു ക്ലാസ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് മാത്രം അത് അതെ, ബോക്സും ഔട്ടർ ബോക്സും എന്ത് ചെയ്ത് പുറത്ത് കൊടുത്തു. ഉള്ളിൽ ഇപ്പോഴും വന്നിട്ടില്ല. ഇനി സോറി, അത് ഐഡിയ കൊടുത്ത ഓക്കെ. എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ലെഫ്റ്റിൽ നിന്ന് കുറേ ഡിസ്റ്റൻസും ടോപ്പിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസും എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അതായത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓൾറെഡി ഒരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. ഔട്ടർ ഏതായിരുന്നു? ഔട്ടർ ബോക്സിന് ഓൾറെഡി ഒരു പാഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, പാഡിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കമ്പോണൻറ്റ് എന്തായി മാറും? പാഡിൽ ലെഫ്റ്റ് ഒരു 100 പിക്സൽ കൊടുത്ത് 100 പിക്സൽ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് വരുന്നത്, ഈ മാർജിൻ എടുക്കുന്നത്, ഇന്നർ ഡിഫിൻ്റെ മാർജിൻ എടുക്കുന്നത് 10 പിക്സൽ. അതുകൊണ്ടാണ് റൈറ്റ് സൈഡിൽ അപ്പോൾ 110 എന്നുള്ള ഡിസ്റ്റൻസ് വരും. മുകളിൽ എന്ത് വരുള്ളൂ? 10 മാത്രമേ വരുന്നുള്ളൂ. മുകളിൽ ഓൾറെഡി എന്താണ് പാഡിങ്ങോ മാർജിനോ കൊടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവിടെ മുകളിൽ 10 തന്നെ വരുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ ഔട്ടർ ബോക്സ് നമ്മൾ എന്ത് ചെയ്തു, ഇക്കാര്യങ്ങൾ ഇപ്പോൾ ബോർഡർ സോളിഡ് എന്തിനാണ്, പുറത്തൊരു ബോർഡർ വരുത്താനാണ് ഇട്ടത്. കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് കളറും കൊടുത്തിട്ടുണ്ടായിരുന്നു, വിഡ്ത്തും ഹൈറ്റും കൊടുത്തൊരു ബോക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടിബിൻ്റെ. അതിന് തന്നെ മാർജിൻ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു 100 പിക്സൽ. അതായത് അത് എവിടുന്നാണ്, ഈ സ്ക്രീനിൻ്റെ ഈ മാർജിനാണ് 100 പിക്സൽ. ഓക്കെ, ഇനി പാഡിങ് ലെഫ്റ്റ് 50 പിക്സൽ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഗ്രീൻ ഡിബിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കണ്ടൻറ്റ് വരികയാണെങ്കിൽ അതിന് 50 പിക്സൽ ലെഫ്റ്റ് പാഡിങ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടേ തുടങ്ങുള്ളൂ. അതിന് പുറമെ പിന്നെ ഇന്നർ ഡിബിൽ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മാർജിൻ 10 പിക്സലിന്, അതായത് മാർജിൻ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ ചുറ്റുഭാഗം മാർജിൻ വരും. ടോപ്പിലും ലെഫ്റ്റിലും ബോട്ടം റൈറ്റിലും ഒക്കെ മാർജിൻ വരും. അപ്പോൾ ടോപ്പ് മാർജിനിൽ എന്തായത് 10 പിക്സൽ അത് ഓക്കെ വന്നിട്ടുണ്ട്. ലെഫ്റ്റിൽ എന്താ സംഭവിച്ചത്, ഓൾറെഡി ഔട്ടർ ബോക്സിന് ഒരു പാഡിങ് 50 ഉണ്ട്, 50+ എന്ത് വന്നു, ഇതിൻ്റെ മാർജിനും വന്നു. അപ്പോഴാണ് ഇത്രയും ഡിസ്റ്റൻസിൽ മാറിയത്. ഇത്രയല്ലേ ഉള്ളൂ. ഹൈറ്റ് 100 പിക്സൽ, ഇതിൻ്റെ വിടുത്ത് എവിടെ വെച്ച് 200 പിക്സൽ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമുക്ക് 4 ബോക്സ്, അതായത് 4 ഡിബുകൾ ഒരു സ്ക്രീനിൽ ഫിറ്റ് ചെയ്തിട്ട് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇതൊന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് കിടക്കാം നമുക്ക്. അടുത്ത നമുക്ക് ഡിബിന് നമ്മളിപ്പോൾ സാമ്പിൾ പ്രോഗ്രാം ചെയ്തു. ഇനി ഡിബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ഡിബ്, വലിയൊരു ഡിബ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ 4 ഡിബ് 4 ടൈറ്റിലായിട്ട് 4 കളറിലായിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ സെറ്റ് ചെയ്തോ. അതിന് നമ്മളൊരു പുതിയൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി മുതൽ അങ്ങോട്ട് എന്താ പറയുക, പുതിയ പേജുകൾ ഇട്ട് ഇതിപ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്യണം. hi.html എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നില്ലേ? ഓക്കെ ഓക്കെ. ഒരു hi.css ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. HTML ഫയൽ ഓപ്ഷൻ എടുത്തു. ഫസ്റ്റ് നമുക്കൊരു ഔട്ടർ ബോക്സ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് കൊടുക്കാം. ഡിബ് ക്ലാസ് ഔട്ടർ ബോക്സ് എന്നൊക്കെ എഴുതുന്നത് ഇനി നിങ്ങൾ വിചാരിക്കേണ്ട എവിടെയോ ഉള്ളതാണെന്ന് വിചാരിക്കേണ്ട. നമ്മൾ പുതിയത് ഉണ്ടാക്കാൻ പോകും. ഹായ് ഹോയ് ഹേയ് എന്ന് എന്ത് വേണേൽ എഴുതിക്കോ, ഔട്ടർ ബോക്സ് എന്നുള്ള പേര് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ പുറത്ത് ആദ്യം വലിയ ഡിബ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അത് ആ പേര് അതന്നെ എഴുതി വെക്കരുത് എവിടെയും. ഒരു ബോക്സ് ഉണ്ട് കൊടുത്തൊന്നു. ജസ്റ്റ് ബോക്സ്, അതിനുള്ളിൽ ജസ്റ്റ് ബോക്സ് 1. അതിനുള്ളിൽ 4 ഡിബും കൂടി നമുക്ക് ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, CSS പോയിട്ട് സ്റ്റൈലൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം. 4 ഡിബ് ആഡ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ 4 ഡിവായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം പുറത്തത്തെ ഡിവിനല്ലേ സ്റ്റൈൽ കൊടുക്കുന്നത്, അതോ ഉള്ളിലോ? പുറത്ത് ഡിവ് കൊടുക്കും. ആദ്യം പുറത്തത്തെ ഡിവിന് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ടർ ബോക്സ് എന്നുള്ള ക്ലാസ് കൊടുത്തല്ലോ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സ്റ്റൈൽ സെറ്റ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ആ ഒരു CS ഫയൽ ലിങ്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. CS ഫയൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി ഹായ് ഫയൽ HRF കൊടുക്കുക. ഓക്കെ, അവിടെ ഫയൽ CSS കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ചിലപ്പോൾ ഹായിഡോട് HTML എടുത്ത് കൊടുക്കാറുണ്ട് പോലെ, എന്നിട്ട് ലിങ്ക് ആവുന്നതിന് ഇഷ്യൂ സാധാരണ ഉണ്ടാവാറില്ലേ? മറന്നുപോകും ചിലപ്പോൾ. മാറിപ്പോവും അത്. ഹായിഡോട്ട് HTML എന്ന് കൊടുത്തു അങ്ങനെയൊക്കെ മാറിപ്പോകരുത്. ഇനി ഒരേ ഫയൽ നെയിം തന്നെ CS ഫയലിന് HTML ഫയലിന് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഫസ്റ്റ് ഔട്ടർ ബോക്സ് ഡോട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് അറിയാലോ. നമുക്കൊരു ഫുൾ വിഡ്ത്തിൽ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് 100%. ഹൈറ്റ് നമുക്കൊരു ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു 500 പിക്സൽ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഏകദേശം കളർ കൊടുക്കാം. ആയിട്ടുണ്ട്. പിന്നെ ഫയലൊന്ന് റൺ ചെയ്ത് നോക്കിയിട്ട് ഫയൽ മാറിപ്പോയി. ഓക്കെ, ഔട്ടർ ബോക്സ് വന്നിട്ടുണ്ട് ഈ കളറിൽ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലെ 4 ബോക്സ് നമുക്ക് സെറ്റ് ചെയ്യണം. ബോക്സ് 1, ബോക്സ് 2, ബോക്സ് 3, ബോക്സ് 4 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4 ബോക്സിന് നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ബോക്സ് 1 ഒരു 30%, ഒരു 40%. ഹൈറ്റ് ഒരു 30% കൊടുക്കാം. അതായത് വെടുത്ത് എത്രയാണോ അതിൻ്റെ ഔട്ടർ ബോക്സിൻ്റെ സൈസ് ഉള്ളത് അതിൻ്റെ 40% സ്ക്രീനിൻ്റെ അല്ല അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അതെ. ഹൈറ്റ് 30% കൊടുത്തു. ജസ്റ്റ് ആ ഒരു ബോക്സ് മാത്രം നോക്കുകയാണെങ്കിൽ ബോക്സ് വന്നിട്ടുണ്ട്. കളറ് ജസ്റ്റ് ഒരു ആ ഔട്ടർ ബോക്സിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ കൊടുക്കണം എന്നുള്ളതിന് ഇപ്പം നേരത്തെ പറഞ്ഞു പാഡിങ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 10 കൊടുത്തു. 10 പിക്സൽ മാറിയിട്ടാണ് അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് ഈ സെയിം തന്നെ അതിൻ്റെ കോപ്പി തന്നെ സെയിം സ്റ്റൈൽ ആയതുകൊണ്ട് ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. കമൻസ് ചെയ്യുന്ന വെച്ചാൽ കോപ്പി ചെയ്യണം. എന്താണ് ഇനി ബോക്സ് 2, ബോക്സ് 3, ബോക്സ് 4. 4 ഡിബിനും നമ്മൾ സ്റ്റൈൽ കൊടുത്തു. 4 കളറ് മാറ്റിക്കോ, 4 മനസ്സിലാവും. 4 ബോക്സ് അവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് താഴെയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യണം. ഒരു ലെഫ്റ്റിലേക്ക് 4 കളർ കൊടുത്തേക്ക് 4 എന്നാലേ മനസ്സിലാവുള്ളൂ. ഫസ്റ്റത്തെ ഓക്കെ ആകെ ഓക്കെയാണ്. രണ്ടാമത്തെ ഒരു നല്ലൊരു നമ്മുടെ മലപ്പുറം സ്റ്റൈൽ കൊടുക്കുക. അല്ലേ? ഒരു ഗ്രീന്, ഒരു യെല്ലോ, ഒരു റെഡ് എല്ലാം കൂടി ഒന്ന് യെല്ലോ ഇട്. എന്നാ അടുത്ത് കൊടുക്കുക, ഗ്രീൻ കൊടുക്കുക. ഗ്രീൻ. ഇനി എന്താ വെറൈറ്റി കളറ്? സിയാണ്. സി വെച്ചിട്ട് CY. വാവ്, 4 കളർ വന്നിട്ടുണ്ട്. 4 കളർ അവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്യണം. ഒരു 2 ബോക്സ് മേലെ 2 ബോക്സ് താഴെ രീതിയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അലൈൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഫ്ലോട്ട്. ഇപ്പോൾ ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോക്സസ് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്ത് വരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം. ഫ്ലോട്ട് ലെഫ്റ്റ് ഫസ്റ്റ് തന്നെ വേണോ? ഫസ്റ്റ് അവിടെ തന്നെ അല്ലേ? അല്ല, ഫ്ലോട്ട് കൊടുക്കണം. അതായത് ഫസ്റ്റത്തെ ഡിവ് ലെഫ്റ്റിലേക്ക്, സെക്കൻഡ് ഡിവ് ആ ഡിവിൻ്റെ ലെഫ്റ്റിലേക്ക്, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് രണ്ട് ഡിവിന് മാത്രം കൊടുത്തു നോക്കാം. അത് രണ്ടും കൊടുക്കുമ്പോഴാണ് അത് രണ്ടും അങ്ങനെ ആവുന്നത്. ലെഫ്റ്റിലേക്ക് ഇങ്ങനെ ചേർന്ന് വരും. ഓക്കെ, ഫസ്റ്റത്തേൽ കൊടുത്തില്ലെങ്കിൽ വരില്ല. ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തേൽ ലെഫ്റ്റ് ഒഴിവാക്കി നോക്കി, വരേണ്ടതാണല്ലോ. ഇല്ലല്ലേ? ഇല്ല. ഓക്കെ,
ഓക്കെ, പിന്നെ താഴെ ഉള്ളത് നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഫ്ലോട്ട് ലെഫ്റ്റ് തന്നെയാ? ആ, അപ്പോൾ താഴെയല്ലേ വരേണ്ടത്? അതായത് ഇനി മൂന്നാമത്തെ ആ ഒരു ബോക്സിൽ നിൽക്കാൻ അവിടെ സ്ഥലമില്ല, അപ്പോൾ താഴോട്ട് ഇറങ്ങി വന്നു. ഓക്കെ ഓക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുമായിരുന്നു. അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ വലിയ സ്ക്രീൻ ആണെങ്കിൽ അതിനപ്പുറത്ത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിന്റെ സൈസ് കുറയ്ക്കുകയാണ്. ഇപ്പോൾ 30% പകരം ചെറിയ സൈസ് കൊടുക്കുകയാണെങ്കിൽ ഒരു 20% ഇട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോക്സിന് 20% കൊടുത്തു, സെക്കൻഡ് ബോക്സിന് 20% കൊടുത്തു. വിഡ്ത്താണോ ഹൈറ്റാണോ കൊടുക്കുന്നത്? വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കൊടുക്കണ്ട. കണ്ടോ, ആ ഫസ്റ്റ് രണ്ടെണ്ണം 20%. അപ്പോൾ മൂന്നാമത്തെ ബോക്സും കൂടെ അങ്ങോട്ട് കയറി വന്നു. മനസ്സിലായി. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. 30 തന്നെ പോട്ടെ. ഓക്കെ, 30 സെറ്റ് ചെയ്യാം. ഇനി എന്താ ചെയ്യണത്? നമുക്ക് ഇപ്പോൾ 30 വന്നല്ലോ. ഇല്ല, ലോഡായിട്ടില്ല. റീഫ്രഷ് ചെയ്തോ? അയ്യേ, സോറി, 40 ആയിരുന്നു. സാരല്ല, ഇവിടെ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ബോക്സ് തമ്മിൽ ഒരു ഗ്യാപ്പ് കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കൂടി നിൽക്കല്ലേ, ഓരോന്നിനും പാഡിങ് കൊടുത്താൽ പോരെ? പാഡിങ് അല്ല, മാർജിൻ. അതായത് അടുത്തുള്ള ബോക്സിന്റെ എത്ര ഡിസ്റ്റൻസ് അകല വേണം. ഓക്കെ, ഇപ്പോൾ അതിനും മാർജിൻ കൊടുക്കുമ്പോൾ രണ്ടിനും കൂടി ആകുമ്പോൾ 20 ആവില്ലേ? അല്ലേ? അതായത് ആ ഒരു ഔട്ടർ ബോക്സിന്റെ അടുത്തുള്ള ബോക്സിന്റെ ആ ഒരു ഗ്യാപ്പ് കൂടും. അപ്പോൾ അതന്നെ മാർജിൻ ആയിട്ടുണ്ടാവല്ലോ. ഒന്ന് നോക്കിയേ. അവിടെ മാർജിൻ വന്നു. അപ്പോൾ ഇനി രണ്ടാമത്തേന് മാർജിൻ കൊടുക്കണോ? ഇതിപ്പോൾ ബോക്സ് 2 അല്ല, ബോക്സ് 2 മാത്രം മാർജിൻ കൊടുത്താൽ പോരെ? ബോക്സ് 1 ഇപ്പോൾ ഓൾറെഡി ഒരു 10 ഉണ്ട്, പിന്നെ പ്ലസ് ഒരു 10 കൂടി ആയപ്പോൾ 20 ആയില്ലേ ബോക്സ് 1. ഓക്കെ, അപ്പോൾ ഇത് ഒഴിവാക്കി കഴിഞ്ഞാണ്ട് ഇതിന് മാത്രം ഇട്ടാൽ പോരെ? അങ്ങനെ കൊടുക്കാം. അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഓർഡർ ഉണ്ടാവില്ല. ഒന്ന് മാത്രം കൂടുതൽ ഇങ്ങോട്ട് വെക്കും, ഒന്ന് മാത്രം ഇങ്ങനെ നിൽക്കും എന്നെനിക്ക് തോന്നുന്നു. നോക്കാം. നമ്മൾ പണ്ട് ആൻഡ്രോയിഡിലൊക്കെ പണ്ട് ചെയ്താണ് ഈ സാധനം. 1 പിക്സൽ അല്ല 10 പിക്സൽ ഡിസൈനേഴ്സിന് നമ്മൾ പഠിപ്പിക്കേണ്ടി കഴിഞ്ഞു. എന്ത് ചെയ്യുക? കറക്റ്റായല്ലേ? 10 വെച്ചിട്ട് മുകളിലും 10 എടുത്തിട്ടുണ്ട് അല്ലേ? മുകളിൽ ആ പാഡിങ് കഴിഞ്ഞിട്ട് 10 എടുക്കില്ല, ഓൾറെഡി 10 എടുത്ത് തന്നെ എടുക്കുള്ളൂ അല്ലേ എന്ന് വിചാരിക്കാം. ഇനി ഇങ്ങോട്ട് ഇത്രയും മതിയോ? ഇത്രയും പോരെ? ഇത്രയും മതി. ജസ്റ്റ് ഒരു ബോക്സിന്റെ ഹൈറ്റും വിഡ്ത്തും ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യാം. ഇതൊന്ന് ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത് ചെയ്യാം. ഇനി നമ്മൾ ഡിബ് വെച്ചിട്ട് തന്നെ വേറൊരു കാര്യം കൂടി ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ പ്രൊജക്റ്റുകളൊക്കെ ആപ്ലിക്കേഷനൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ല, മുകളിലൊരു ടോപ്പ് ബാർ ഉണ്ടാവും, ലെഫ്റ്റിൽ കുറേ ഓപ്ഷൻസ് എടുക്കാനുള്ള ഒരു ബാർ ഉണ്ടായിരിക്കും, താഴെ ഒരു ഫൂട്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ഫൂട്ടറിൽ എന്തായിരിക്കും പല കോപ്പി റൈറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള ലിങ്കുകൾ. പിന്നെ സെൻട്രലായിരിക്കും എന്ത്, ലെഫ്റ്റിൽ ഓരോ ഓപ്ഷൻസ് എടുക്കുമ്പോൾ റൈറ്റിൽ ഇങ്ങനെ മാറി മാറി വരുന്നത്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ ഈ ഒരു പ്ലാൻ നമ്മൾ HTML വെച്ചിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ HTML CSS വെച്ചിട്ട് കളറ് കൊടുത്തിട്ട് കാണുകയാണത്. അപ്പോൾ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് തന്നെ ചെയ്തു. ഈ ഓപ്ഷനൊക്കെ അറിയില്ലേ? ഇനി ഇതൊന്നും പറയണ്ടല്ലോ. നമ്മളിത് ഓൾറെഡി ഇപ്പോൾ style.css എന്നുള്ളൊരു ഫയലുണ്ട്, ജസ്റ്റ് ലിങ്ക് ചെയ്താൽ പോരെ? ജസ്റ്റ് സ്റ്റൈലുകൾ എഴുതാൻ. അതോ CSS ഫയൽ വീണ്ടും ക്രിയേറ്റ് ചെയ്യണോ? ക്രിയേറ്റ് ചെയ്യില്ല, ഞാൻ ഒരു കൺഫ്യൂഷൻ ആവല്ലേ. ഇവിടെ എപ്പോഴും ക്രിയേഷൻ വേണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പലരും ബേസിക് പഠിക്കുന്ന ആൾക്കാരാകുമ്പോൾ ഡൗട്ട് വരും. നിങ്ങൾക്കിത് അറിയുന്നതുകൊണ്ട് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. ഞാൻ പറയില്ലേ, ഇപ്പോൾ നമ്മൾ ഈ സേവ് ചെയ്യാൻ പറഞ്ഞിട്ട് വരെ കോഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം മുതൽ ചെയ്യണം. പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും ബേസ് ആ സാധനം കിട്ടിയാണ്ടല്ലോ, ഒരു ധൈര്യം കിട്ടിയാണ്ടല്ലോ, പിന്നെ അവർ ചെയ്തോളും. അതാണ് അവരുടെ കപ്പാസിറ്റി. അത് പിന്നെ അവരുടെ കപ്പാസിറ്റി വരികയാണ്, പിന്നെ അവർ കണ്ടെത്തിക്കോളും. തുടക്കത്തിൽ കൺഫ്യൂഷൻ മാക്സിമം ഒഴിവാക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? നമുക്ക് ഫസ്റ്റ് ഡിവ് ക്രിയേറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? അതായത് മെയിൻ ബോഡിക്ക് ടോട്ടൽ റൂട്ട് ഡിവ് വെക്കണം. ഓക്കെ, എപ്പോഴും ഒരു ടോട്ടൽ ഒരു ഡിവ് വെക്കുക. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? ടോപ്പ് ബാറിലൊരു ഡിവ്, സൈഡിലൊരു ഡിവ്, ബോട്ടത്തിലുള്ള ഡിവ്, സെൻട്രലിലുള്ള ഡിവ്.
എനിക്ക് ഓർമ്മയുണ്ട്, ഇതേപോലെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. പറയാം. ബോഡി. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഒരു പിന്നെന്തിനാ മെയിൻ ബോഡി? പിന്നെന്തിനാ മെയിൻ ബോഡി? അല്ല, അത് ഡിവ്, റൂട്ട് ഡിവ്. ആ റൂട്ട് ഡിവ്. ക്ലാസ് ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് ആ ഒരു ഹെഡർ ഡിവിന് വേണ്ടിയിട്ട് ഹെഡർ ക്ലാസ് കൊടുക്കാം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ബോഡി സെക്ഷൻ, ആ താഴെയുള്ള ബോഡി സെക്ഷൻ. ഈ ഒരു സംഭവം ഇതിൽ ചെയ്യട്ടെ. നമ്മൾ 100K കോഡിങ് ചലഞ്ചിൽ ബേസിക് കോഡിങ് പഠിച്ചപ്പോൾ സ്വിങ് പഠിച്ചല്ലോ ലാസ്റ്റ് ജാവ വെച്ചിട്ട്. അപ്പോൾ സിസ്റ്റം ലെവൽ സോഫ്റ്റ്വെയർ ഉണ്ടായി കാൽക്കുലേറ്ററിൻ്റെ സ്ക്രീൻ ഞാൻ ഉണ്ടാക്കി ഓർമ്മയില്ലേ? അതേ സ്ക്രീൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ടോപ്പ് ബാറും ലെഫ്റ്റ് ബാറും ടോപ്പ് ബാറൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സ്ക്രീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് സ്വിങ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്താ ചെയ്യുക, ഒരു രീതിയിൽ ചെയ്യുക. ആ രീതിയിൽ കളറൊക്കെ കൊടുത്ത് ഈ രീതി തന്നെ ഇതൊന്ന് കണ്ടു, ഈ ഔട്ട്പുട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഈ രീതി കളറൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാം നമുക്കത്. ഹെഡർ കൊടുത്തിട്ടുണ്ട്. ഹെഡറിന് നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. ഹെഡർ നമുക്ക് വിഡ്ത്ത് 100%. ബാക്ക്ഗ്രൗണ്ട് എന്താ വേണ്ടത്? ഒരു കളർ, വെറൈറ്റി കളർ എന്തെങ്കിലും പരീക്ഷിക്കണോ? ഇത് മതി, വേറെ സമയങ്ങളുണ്ട്, അത് അവർ പരീക്ഷിച്ചോളും കളർ വേണമെങ്കിൽ. ഷൈറ്റ് നമുക്കൊരു, നിങ്ങൾക്ക് ഡിസൈൻ സെൻസ് കൂടിയതുകൊണ്ട് ഡിസൈൻസും കളർ സെൻസും കുറച്ച് കൂടുതലാണ് സോനുവിന്. അതുകൊണ്ട് ഡിഫറെൻറ്റ് കളർ ഇടാം നമുക്ക്. വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഡേ വന്നിട്ടുണ്ട്. ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. 150 കൊടുത്തോ. ഓക്കെ ഓക്കെ. നമുക്ക് താഴെയുള്ള ഒരു കണ്ടന്റ് ബോഡി ഉണ്ടല്ലോ, അതിന് നമുക്ക് കണ്ടന്റ് ബോഡി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ലെഫ്റ്റ് സെക്ഷൻ ഉണ്ടായിരിക്കും, ഒരു റൈറ്റ് സെക്ഷൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതായത് ആ ടോപ്പ് ബാറിൻ്റെ താഴെയുള്ള 2 പോർഷൻ ഉണ്ടല്ലോ, ഒന്ന് ഓപ്ഷൻസ് എടുക്കാനുള്ളതെന്ന് പറഞ്ഞു ഞാൻ. അതേപോലെ റൈറ്റിലൊരു വലിയ സ്പേസ് ഉണ്ട്. അതായത് ഇവിടുത്തെ ഓപ്ഷൻ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ മാറി മാറി വരാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് 2 ഡിവ് ഇടാം, ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട്. ഓക്കെ. നമുക്ക് ഈ ലെഫ്റ്റ് സെക്ഷൻ ഒന്ന് അലൈൻ ചെയ്യണം. ഒരു വിടുത്ത് നമുക്ക് ജസ്റ്റ് ഒരു 200 px കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ അത് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്യാൻ ഫ്ലോട്ട് എന്നുള്ളത് ഫ്ലോട്ട് ലെഫ്റ്റിലേക്ക്. അതിൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് ഒരു 400 px. ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഒന്നെടുത്ത കോഡെടുത്ത സംശയം. ഇപ്പോൾ വിഡ്ത്ത് 200 പിക്സൽ, ഫ്ലോട്ട് ലെഫ്റ്റ്, ഹൈറ്റ് 400 പിക്സൽ, ബാക്ക്ഗ്രൗണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്ലോട്ട് ലെഫ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇപ്പോൾ മുകളിലുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് താഴോട്ട് ഇത് വന്നല്ലോ. ആ താഴോട്ട് വന്നത് എന്തുകൊണ്ടാണ്? അത് ഡിവ്. ഈ ഹെഡർ ഡിവ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഡിവ് കൊടുത്തിട്ടുണ്ട്, കണ്ടന്റ് ഡിവ്. അതെപ്പോഴും ന്യൂ ലൈനിലാണ് വരും. അത് നെക്സ്റ്റ് ലൈനിലാണ് വരും. എപ്പോഴും ഡിവ് ഹെഡറിന് 100% എടുത്ത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, മേലെ വേറെ സ്ഥലമില്ല. ഓക്കെ. ബ്ലോക്ക് എലമെന്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അല്ലത്? ബ്ലോക്ക് എലമെന്റ് കൺസെപ്റ്റ് ഉണ്ട്. ആ ബ്ലോക്ക് എലമെന്റുകൾ എപ്പോഴും ഒരു ലൈനിൽ നമ്മൾ 2 ഇട്ട് കഴിഞ്ഞാൽ എപ്പോഴും താഴെ വരുള്ളൂ. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറേ ബ്ലോക്ക് എലമെന്റ് HTML ഉണ്ട്. അപ്പോൾ അതാണത്, അതുകൊണ്ടാണത് ഒരു ഡിബിറ്റ് വന്നു. ഇനി വേണമെങ്കിൽ ഇപ്പുറത്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു, ഫ്ലോട്ട് ലെഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ദാറ്റ്സ് ഓൾ. നമുക്ക് ഇതേപോലെ റൈറ്റ് സെക്ഷനും സ്റ്റൈൽ കൊടുക്കണം. ഏകദേശം ഇത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം.
ഇത് നമുക്ക് എടുത്തിപ്പോൾ ജസ്റ്റ് അത് ഫില്ലായി നിൽക്കണമെങ്കിൽ ജസ്റ്റ് 1000 ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന റെസ്പോൺസീവ് ആയിട്ടല്ല, ജസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വേറെ ലാപ്ടോപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വാല്യൂ മാറും, ജസ്റ്റ് ആ ഒരു ഫുള്ളിൽ കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു വാല്യൂസ് ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുക്കുക. തൽക്കാലം ഇപ്പോൾ പിക്സലൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. പക്ഷേ നമ്മൾ റെസ്പോൺസീവ് വെബ്സൈറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റെസ്പോൺസീവ് ആയിട്ട് ചെയ്യാം, ബൂട്ട് സ്ട്രാപ്പൊക്കെ യൂസ് ചെയ്തിട്ടാവും ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ കുറേ പരിപാടികളുണ്ട്. ഇതിലും വേണമെങ്കിൽ ചെയ്യുക, കുറച്ച് റിസ്ക് എടുത്തിട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇത് പ്രോപ്പറായിട്ട് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതുപോലെ എത്തിക്കാനൊക്കെ നമുക്ക് പറ്റും. ഇതിൽ ഇപ്പോൾ നമ്മൾ കളറ് രണ്ടാമത്തെ സെഷൻ റൈറ്റ് സെഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്താണ് ഇവിടെ കളർ സെയിം, കളർ മാറ്റി വെക്കാം. വാവ്, അപ്പോൾ ആ റൈറ്റ് സെഷൻ വന്നു. ഇനി അതിൻ്റെ താഴത്തെ ഫോട്ടോയും കൂടി ഇടല്ലേ, അതല്ലേ ചെയ്യാം? ഓക്കെ. ആ വിടുത്ത് ശരിക്കും പെർസെൻ്റ് വെച്ചിട്ട് ഡീൽ ചെയ്ത് അങ്ങനെ ഉണ്ടാവും ആ രണ്ടിൻ്റെ? വരില്ല. അത് നോക്കിയാൽ റൈറ്റ് വിടുത്ത് മാത്രം നോക്കാമല്ലോ. മാക്സിമം പിക്സൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇൻസ്പെക്ട് എലമെൻ്റ് എടുത്തത് ബ്രൗസറിൻ്റെ ലെഫ്റ്റും റൈറ്റും മാത്രം. ഇപ്പോൾ ഓക്കെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലെഫ്റ്റ് എലമെൻറ്റ് ഇവിടുത്തൊരു 20% കൊടുത്തു. മറ്റേത് 80%. ആര് പറഞ്ഞു വരൂല, വിടുത്ത് വരുമല്ലോ ചില സമയത്ത്. അത് ചില നമുക്കൊക്കെ പോട്ടെ സാരമില്ല, അടുത്തടുത്ത് ഉണ്ടാ ട്രിക്ക് ഉണ്ടാ. ഇതാണ് നിങ്ങൾ മാക്സിമം പിക്സൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാക്സിമം പിക്സൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈനാമിക്കിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. മനസ്സിലായി ഡൈനാമിക് എന്താണെന്ന് മനസ്സിലായി. ഡൈനാമിക് എന്ന് വെച്ചാൽ ഇപ്പോൾ മൊബൈലിൽ വരികയാണ്, ഇതേ സാധനം തന്നെ നിങ്ങളുടെ ഡിസ്പ്ലേ ചിലപ്പോൾ ചെറുത്, ചില ഡിസ്പ്ലേ വലുതായിരിക്കും. അപ്പോൾ അതേമാതിരി 100 പിക്സൽ എന്നൊക്കെ പറയുമ്പോൾ ഈ വലിയ ഡിസ്പ്ലേൻ്റെ ചെറിയ ഭാഗം 100 പിക്സൽ, പിന്നെ ഒരു ഇത്ര പിക്സലോട് എന്ന് പറയുമ്പോൾ ഇത്രയേ ആവുള്ളൂ, ബാക്കി സ്ഥലം ഒഴിഞ്ഞെടുക്കും. അത് പാടില്ലല്ലോ. നമുക്ക് അതിന് എന്ത് വേണം, പെർസെൻ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ വിടുത്ത് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് ഫോട്ടോ ഇത് കഴിഞ്ഞിട്ട് വലിയൊരു പ്രൊജക്റ്റ് ചെയ്യാൻ കേട്ടോ നമുക്ക് എല്ലോണം പോകുന്നത്. ഈ സ്ക്രീനിൽ നിന്ന് അടുത്ത സ്ക്രീനിലോട്ട് പോകാൻ കീബോർഡിലെ ഷോർട്ട് കട്ട് ഉണ്ടറിയോ? ആൾട്ട് കീ പ്രസ് ചെയ്യുക, ടാബ് പ്രസ് ചെയ്യുക, ആൾട്ട് കീ പ്രസ് ചെയ്യുക, ടാബ് പ്രസ് ചെയ്യുക. ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക്. അതായത് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യൂട്യൂബിൽ ഫുൾ സ്ക്രീനിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കോഡ് ചെയ്യണം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആൾട്ട് ടാബ് അടിക്കുക. മാക്ക് ആണെങ്കിൽ ജസ്റ്റ് 2-3 വിരലുകൊണ്ട് സ്വൈപ്പ് ചെയ്യുക. സിമ്പിളാണ്. കണ്ടോ? ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഫോട്ടോ ആഡ് ചെയ്തു. ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു പൊസിഷനിലാണ്. ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്ട്രക്ചർ എടുത്താൽ ഇപ്പോൾ കാണാം, ഈ ഹെഡറിന് നമ്മൾ ഫിക്സർ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് 150 px. നെക്സ്റ്റ് കണ്ടന്റ് എന്നുള്ളൊരു ഡിവ് ഉണ്ട്, അതിന് നമ്മളൊരു ഹൈറ്റ് കൊടുത്തിട്ടില്ല, ഫിക്സഡ് ഹൈറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫൂട്ടർ നമ്മൾ കൊടുത്തത്. ഫൂട്ടറിന് ഒരു ഫിക്സഡ് ഹൈറ്റ് കൊടുത്തു, പക്ഷേ പിന്നെ വന്നിട്ടുള്ളത് ഈ ഹെഡർ കഴിഞ്ഞിട്ടാണ്. ഓക്കെ, മനസ്സിലായി. അതിന്റെ ഇടയ്ക്ക് ആ ഡിവ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഇത് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു സെൻട്രലിലാണ് കണ്ടന്റ് എന്നുള്ള ആ ഒരു ഡിവിനും കൂടെ ഒരു ഇത് കൊടുക്കുക. ഓക്കെ, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എന്താ കൊടുക്കുക? ഹൈറ്റ് നമ്മളിപ്പോൾ ആ ഒരു മറ്റേന് കൊടുത്ത ഹൈറ്റ് തന്നെ 400 പിക്സൽ. അല്ലാതെ ഉള്ളിലെ കണ്ടന്റിന്റെ വലുപ്പം തന്നെ എടുക്കാൻ പറ്റുമോ? പിന്നെ അതിനുള്ള ഈ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ വരണം. ഓക്കെ, അപ്പോൾ ഫൂട്ടർ വന്നു. ഓക്കെ അല്ലേ? ഇത്രയും പോരെ? ഓക്കെയാണ്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഗ്യാപ്പ് വന്നല്ലോ. ഈ ഗ്യാപ്പാ? അല്ല, ഈ ഗ്യാപ്പ് റൈറ്റ് സൈഡിൽ. ഓ, നമ്മളത് ബ്രൗസറിൽ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അവിടെ ഫയലിൽ പോയി അവിടെ അപ്ലൈ ഇത്ര വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ പിന്നെന്തിനാ? വേറൊരു കാര്യം ഇപ്പൊ കണ്ടില്ലേ, സൂപ്പറായി. ഈ സ്ക്രീനിന്റെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നുണ്ടോ? എവിടെ? ഈ ഒരു ഗ്യാപ്പ് ഉണ്ടോ ലെഫ്റ്റ് സൈഡിലെ ഗ്യാപ്പ്? നമ്മളൊന്നും കൊടുത്തിട്ടില്ല. പാഡിങ് കൊടുത്തിട്ടില്ല, നമ്മളൊന്നും കൊടുക്കാതെ വന്ന അവിടെ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി എന്തുകൊണ്ടാണ് വന്നത്. ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് എലമെന്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ ബോഡി എടുത്തു കഴിഞ്ഞാൽ
അത് ഈ ബ്രൗസർ തന്നെ ഓട്ടോമാറ്റിക് വരുന്ന ഒരു ഉണ്ടോ മാർജിൻ ടോപ്പ് 8px. ഓക്കെ ഓക്കെ. അത് നമ്മളെ ഫയലിൽ പോയിട്ട് നമുക്ക് ജസ്റ്റ് മാറ്റി നോക്കാം. അതെവിടെ മാറ്റുക? നമ്മളെ ഫയലിൽ ബോഡി നല്ല ടാഗ് കൊടുത്താൽ മതി. ഓ ശരി. മാർജിൻ 0 പിക്സൽ കൊടുക്കണ്ട. 0 കൊടുത്താൽ മതി. ഓക്കെ. വാവ്. ഇപ്പോൾ ഫുൾ സ്ക്രീനായി. ഓക്കെ ഓക്കെ. ശ്രദ്ധിക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്പെക്ട് കയറി നോക്കുക എന്താ വാല്യൂസ് എന്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നോക്കുക എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, അപ്പോൾ നമ്മൾ മാറ്റി നോക്കുക. ഓക്കെ. ഡിഫാൾട്ടായിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും കിട്ടാത്ത. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ബ്രൗസറിലെ ടൂൾ എടുത്തിട്ട് ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുത്തു നോക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഏത് സ്റ്റൈലാണ് യൂസ് ചെയ്തെന്നുള്ള റൈറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. കൊള്ളാം, സൂപ്പർ നമ്മൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇന്നത്തോടെ ഇത് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കുക. അതേമാതിരി പുതിയ വിൻഡോസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 100K കോഡിംഗ് ചലഞ്ച് ചെയ്തവരാണെങ്കിൽ ജാവ ഫ്രെയിം സ്വിങ് വെച്ചിട്ട് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ചെയ്യാത്തവരാണെങ്കിൽ വലിയ നെവർ മൈൻഡായിട്ട് വിട്ടേക്ക്, ഞാനിപ്പോൾ പറഞ്ഞ സംഭവം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മൾ FB ചെയ്യാൻ പോവുകയാണ്. ഫേസ്ബുക്കിൻ്റെ ഹോം പേജ് പോലെ നമ്മളൊരു പേജ് ഡിസൈൻ ചെയ്യാൻ പോവാണ്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും വെച്ചിട്ടുള്ള നോളജ് വെച്ചിട്ട് FB പേജ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഡിബിൻ്റെ ബേസിക് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിബും HTML യൂസ് ചെയ്തിട്ട് ഒരു പേജ് ചെയ്ത് നോക്കാം. അതായത് ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ ഹോം പേജ് നമ്മളെങ്ങനെയാണ്, അതായത് നമ്മൾ ലോഗിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിലോട്ട് കയറുമ്പോൾ ഒരു പേജ് ഉണ്ടല്ലേ, താഴെ സൈനപ്പ് മുകളിൽ ലോഗിനൊക്കെ ആയിട്ടുള്ള ആ ഒരു പേജ് എങ്ങനെയാണെന്നുള്ളത് നാളെ ചെയ്യാം. ഓക്കെ. അത് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് എന്താവും, ഈ HTML CSS ഡൗട്ടൊക്കെ തീരും. നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് HTML CSS യൂസ് ചെയ്തിട്ട് സൈറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ കാണാം.